നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ മീറ്റിംഗ് ഹാളിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ മീറ്റിംഗ് ഹാളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ ഒരു ഡെവലപ്മെന്റ് ആണ്. ഈ സാങ്കേതിക വിദ്യ സൂം എന്ന ആപ്ലിക്കേഷൻ ഒരാളുടെ ചിന്തയിൽ വന്ന ഒരു ആശയമാണ്. ലോകത്ത് ആശയങ്ങൾ നിരവധി സംഭവിച്ചിട്ടുണ്ട്. ഓരോ ആശയങ്ങളും ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ മാറ്റങ്ങളും ലോകത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓരോ രംഗത്തും ആ മാറ്റങ്ങൾ എത്രമാത്രം വലുതായിരുന്നു എന്ന് ഇന്നൊരു പക്ഷേ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷെ ഈ മാറ്റങ്ങളൊന്നും ഏറ്റവും നൂതനമായ രൂപത്തിലല്ല ലോകത്ത് സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു പ്രൈം മോഡിൽ നിന്ന്, ഒരു പ്രൈമറി സ്റ്റേജിൽ നിന്ന് പതിയെ 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 ഇംപ്രൂവ്മെന്റ് ചെയ്തുകൊണ്ടാണ് ഓരോ മാറ്റങ്ങളും നമ്മുടെ ലോകത്ത് നടന്നിട്ടുള്ളത്. ലോകത്തെ ഡിസ്ട്രപ്റ്റ് ചെയ്യപ്പെട്ട ധാരാളം കണ്ടുപിടുത്തങ്ങളെ നമുക്ക് ഒരുപക്ഷെ വിലയിരുത്താൻ സാധിക്കും. വിമാനം കണ്ടുപിടിക്കുമ്പോൾ റൈറ്റ് ബ്രദേഴ്സ് ചിന്തിച്ചുകൊണ്ടിരുന്നത് പറക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനത്തെ കുറിച്ച് മാത്രമായിരുന്നു. പക്ഷേ ആ വിമാനത്തിന്റെ ആ മോഡലിനെ എത്രമാത്രം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വീലുകളുടെ കണ്ടുപിടുത്തം പരിശോധിക്കുമ്പോൾ വീലുകൾ ഏത് രൂപത്തിലാണ് തയ്യാറാക്കിയത്, ആദ്യം അവിടുന്ന് എന്തെല്ലാം മാറ്റങ്ങൾ വീൽ എന്ന ഒരൊറ്റ പ്രൊഡക്റ്റിൽ സംഭവിച്ചു, എത്രമാത്രം മാറ്റങ്ങളാണ് ഇന്ന് വീലുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിലുള്ളത്. പക്ഷെ ആ ചിന്ത, അത്തരം ഒരു ഷേപ്പിൽ നടത്താൻ സാധ്യതയുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ എത്ര വേഗതയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിച്ചത്. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് വന്ന മാറ്റങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും ബിഗിനിങ് സ്റ്റേജിൽ നിന്ന് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഡെവലപ്മെന്റുകൾ എത്രമാത്രം വലുതാണ്. ഈ മാറ്റങ്ങളെല്ലാം ഒരു സുപ്രഭാതത്തിൽ നടന്നതല്ല. ഈ മാറ്റങ്ങളെല്ലാം ഓരോ ആളുകളുടെയും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ സമൂഹത്തിന്റെ ചില ചിന്തകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യപ്പെട്ട ആശയങ്ങളാണ്. ഇത്തരമൊരു ആശയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വുഡ ടെക്നോളജി. ലോകത്ത് വുഡ ടെക്നോളജിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ, വുഡ ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യയെ കുറിച്ച് മനസ്സിലാക്കാൻ ലോകത്ത് ചുരുക്കം ചില വേദികൾ മാത്രമേ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ. അത്തരം ഒരു വേദിയിലാണ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഏറെ ഭാഗ്യം സിദ്ധിച്ച ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഭാഗ്യത്തെ ഏത് ലെവലിലേക്ക് അളക്കണമെന്നുള്ളത് ഒരുപക്ഷെ നാളെ കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നൊരു പക്ഷേ ഈ മീറ്റിംഗ് ഹാളിലിരിക്കുന്ന ആർക്കും അതിന്റെ വലിപ്പത്തെ കുറിച്ച് മനസ്സിലാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇന്ന് നമ്മൾ എത്ര ആഴത്തിൽ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഓരോ മൂമെന്റും എത്രമാത്രം വലുതായിട്ടാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ ചതുരോഷൻ എന്ന സിസ്റ്റം, അതിന്റെ ഇക്കോ സിസ്റ്റം, വുഡ ടെക്നോളജി, ആ ടെക്നോളജിക്ക് ഉപയോഗിച്ച മാത്തമാറ്റിക്സ്, ആ മാത്തമാറ്റിക്കൽ ഫോർമുലയുടെ അനന്ത സാധ്യതകൾ, ഈ സാധ്യതയെ കുറിച്ചാണ് എനിക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഒരുപക്ഷെ ടെക്നോളജിന്റെ വളർച്ചയെ കുറിച്ച് സംസാരിക്കുമ്പോൾ $0.01 നിന്ന് $1 90 വളർന്നു എന്നുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. മാർക്കറ്റ് പ്ലേസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ $1 2 സെന്റിൽ നിന്ന് $1 20 സെന്റിൽ നിന്ന് $9 മേലേക്ക് വില കയറിയതായിട്ട് നമുക്ക് സംസാരിക്കാം. ആ വളർച്ചയേക്കാൾ കൂടുതൽ ആ വളർച്ച നിർണയിക്കപ്പെടുന്ന ബേസിക് മാത്തമാറ്റിക്സ്, ആ ബേസിക് മാത്തമാറ്റിക്സിന്റെ പവർ, ആ പവർ ഈ ലോകത്തിൽ സംഭാവന ചെയ്യാൻ പോകുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ കുറിച്ച് എത്രമാത്രം ആധികാരികമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആശയത്തിന്റെ റിയാലിറ്റിയിലേക്ക് നമ്മൾ വന്നു എന്നർത്ഥം. ഈ ആശയത്തിന്റെ കോറായ കാര്യത്തിലേക്ക് നമ്മൾ വന്നു എന്നർത്ഥം. അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ
ഈ ആശയവുമായി ബന്ധപ്പെട്ട് യാതൊരു സാധ്യതയും നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് തന്നെയാണ്. ഈ ആശയത്തിന്റെ റിയാലിറ്റിയിൽ നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഇതിലൂടെ സംഭവിക്കാൻ പോകുന്ന നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളെ കുറിച്ച് യാതൊരു വിലയിരുത്തലും നമുക്കുണ്ടാകാൻ സാധ്യതയില്ല. ഇതൊരു കേവലം ഒരു സിസ്റ്റം മാത്രമായിട്ട് നമ്മൾ കണ്ടുണ്ടാകും. ആ സിസ്റ്റത്തിൽ ഇതുവരെ നമ്മൾ കണ്ടതുപോലെ ഒരുപക്ഷെ ധാരാളം സിസ്റ്റങ്ങളിലൂടെ കടന്നുപോയ ആൾക്കാരായിരിക്കും നമ്മൾ എല്ലാവരും. വളർച്ചയും തളർച്ചയും എല്ലാം അത്തരം സിസ്റ്റത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും. നേട്ടങ്ങൾ കിട്ടിയ സമയവും നേട്ടങ്ങൾ ഇല്ലാത്ത സമയവും ആ സിസ്റ്റം തന്നെ കൊളാപ്സ് ആയി പോയ സാഹചര്യവും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ കണ്ട സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചതുരോഷൻ എന്ന പ്ലാറ്റ്ഫോമിന്റെ റിയാലിറ്റിയിലേക്ക് ഒന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ആക്ടിവിറ്റി അല്പം വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഫീൽ ചെയ്ത് പ്രവർത്തിക്കുന്നവർ ഇന്ന് കൈ നിറയെ പണം സമ്പാദിക്കുന്നുണ്ട്. എന്താണ് ഈ ബേസിക് മാത്തമാറ്റിക്സ്? ആ മാത്തമാറ്റിക്സ് ഇത്ര മാത്രമാണ്: ചതുരോഷൻ ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ ചതുരോഷൻ കോയിൻ. അതാണ് ചതുരോഷന്റെ പ്രൈസ്. ചതുരോഷന്റെ പ്രൈസ് എത്രയാണോ അതിന്റെ 5 ഇരട്ടിയാണ് ടോവയിലെ പ്രൈസ്, ചതുരോഷൻ വിർച്വൽ അസറ്റിന്റെ പ്രൈസ്. ആ ബേസ് മാത്തമാറ്റിക്സ് നമുക്ക് മനസ്സിലായോ ഇല്ലയോ? ചതുരോഷൻ ലിക്വിഡിറ്റി തുടങ്ങിയപ്പോൾ 0-ൽ തുടങ്ങിയതാണ്. ഇന്ന് $4,32,000 ഫൈനൽ ലിക്വിഡിറ്റി കാണിക്കുന്ന $5,56,000 ലിക്വിഡിറ്റിയിൽ ഓൾറെഡി ബാലൻസ് ഉള്ള ഒരു സിസ്റ്റമായി ചതുരോഷൻ ഇക്കോസിസ്റ്റം വളർന്നു. ചതുരോഷൻ കോയിൻസ് അത് 0-ൽ നിന്ന് തുടങ്ങിയതാണ്. പക്ഷേ ആദ്യത്തെ കസ്റ്റമർ വരുന്ന സമയം മുതൽ ക്രിയേറ്റ് ചെയ്ത് പോയപ്പോ അങ്ങനെ വന്ന പല കസ്റ്റമേഴ്സും സെല്ല് ചെയ്തപ്പോ ബേൺ ചെയ്ത് കളഞ്ഞുകൊണ്ട് എണ്ണം കുറച്ചുകൊണ്ട് വാങ്ങുമ്പോൾ ക്രിയേറ്റ് ചെയ്ത് വിൽക്കുമ്പോൾ ബേൺ ചെയ്ത് പോകുന്ന സിസ്റ്റത്തിലൂടെ ചതുരോഷൻ കോയിന്റെ അളവ് ഇന്ന് 2,25,000 എത്തി നിൽക്കുന്നു. അപ്പൊ നിൽക്കുന്ന ലിക്വിഡിറ്റി എത്രയാണോ, എത്ര കോയിൻ കൈവശമുണ്ടോ, ആ ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ യൂണിറ്റ് പ്രൈസ്, അതാണ് ചതുരോഷന്റെ പ്രൈസ്. $1 90 സെന്റിലേക്ക് വില എത്തിക്കാനുള്ള കാരണം അതാണ്. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന കാൽക്കുലേഷൻ പരിശോധിക്കാം. 3,33,169.1908 ആ ലിക്വിഡിറ്റി ഉള്ള സമയത്ത് ചതുരോഷന്റെ കോയിന്റെ എണ്ണം 2,27,519.6009 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചതുരോഷന്റെ പ്രൈസ് $1 46 സെന്റ് ആയിരുന്നു അന്നത്തെ വില. അത് ടോവയുടെ പ്രൈസ് $7.3. കാരണം ചതുരോഷൻ പ്രൈസിന്റെ 5 ഇരട്ടിയാണ് ടോവയുടെ പ്രൈസ്. ഇവിടെ എന്താണ് ഈ സിസ്റ്റത്തിൽ ഇമ്പാക്റ്റ് ആയിട്ട് സംഭവിക്കുന്നത്? വുഡ ടെക്നോളജിയിൽ എന്താണ് ആധികാരികമായിട്ട് നമുക്ക് പറയാനുള്ളത്? ചതുരോഷൻ വിർച്വൽ അസറ്റ്, ആ അസറ്റിന്റെ മൂല്യത്തിൽ എത്രമാത്രം മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചതുരോഷൻ അസറ്റ്, വിർച്വൽ അസറ്റ് നമ്മൾ കൈവശം വെച്ചാൽ നമുക്ക് എത്രമാത്രം പോസിബിലിറ്റി ഉണ്ട്? എല്ലാ പോസിബിലിറ്റിയും www.chaturotion.com എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് ആധികാരികമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇവിടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു ഫോക്കസ്, ഒരാൾ കടന്നു വരുമ്പോ അയാളുടെ പ്രൈമറി ഗോൾ മിനിമം $20 കൊണ്ട് ചതുരോഷൻ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. ആ രജിസ്ട്രേഷനിലൂടെ ലിക്വിഡിറ്റിയിൽ എമൗണ്ടിൽ മാറ്റം വരുന്നുണ്ട്. ആ രജിസ്ട്രേഷനിലൂടെ ചതുരോഷന്റെ യൂണിറ്റ് നമ്പറിൽ മാറ്റം വരുന്നുണ്ട്. വീണ്ടും അദ്ദേഹം ടോവ എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ചതുരോഷൻ വിർച്വൽ അസറ്റ് കരസ്ഥമാക്കുന്നു $1000 കൊണ്ട്. അങ്ങനെ $1000 കരസ്ഥമാക്കുമ്പോൾ ആ എമൗണ്ടിൽ നിന്നും ലിക്വിഡിറ്റിയിലേക്ക് ഒരു എമൗണ്ട് പോകുന്നുണ്ട്. പക്ഷെ പകരം യൂണിറ്റ് നമ്പറിൽ മാറ്റം സംഭവിക്കുന്നില്ല. ഇനി മാർക്കറ്റ് പ്ലേസിൽ അയാൾക്ക് $3000 കൊണ്ട് പർച്ചേസ് ചെയ്യാം. ആ $3000 പർച്ചേസ് ചെയ്യപ്പെടുമ്പോൾ 1% സർവീസ് ചാർജ്, $30 സർവീസ് ചാർജ് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന സർവീസ് ചാർജിൽ നിന്നും ലിക്വിഡിറ്റിയിലേക്ക് ഒരു ഫണ്ട് പോകുന്നുണ്ട്. പക്ഷെ അവിടെയും കോയിന്റെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല. സോ ലിക്വിഡിറ്റിയിൽ ഫണ്ട് ആഡ് ചെയ്യപ്പെടുന്ന 5 വഴികൾ സൃഷ്ടിക്കുന്ന ഒരു പ്രൈമറി ഗോൾ ആണ് ചതുരോഷന്റെ ഓരോ ആക്ടിവിറ്റിയിലും ഉള്ളത്. ഈ ആക്ടിവിറ്റിയെ കുറിച്ച് നമ്മൾ സമൂഹത്തോട് സംസാരിക്കുമ്പോൾ, ഈ ആക്ടിവിറ്റിയിലേക്ക് സമൂഹം ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെയാണ് ഇതിന്റെ റിയാലിറ്റി സംഭവിക്കാൻ പോകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിന്റെ എല്ലാ മേഖലയിലും, ലോകത്തിലെ ഏത് സബ്ജക്ട് എടുത്താലും, ലോകത്തിലെ ഏത് സെഗ്മെന്റ് എടുത്താലും, ലോകത്ത് വിജയിച്ച ഏതൊരാളെ എടുത്ത് പരിശോധിച്ചാലും അവരെല്ലാം ഒറ്റയ്ക്ക് പണിയെടുത്തുകൊണ്ട് നേട്ടങ്ങൾ സ്വന്തമാക്കിയ ആൾക്കാരല്ല.
അവർക്കെല്ലാം ഒരു കമ്മ്യൂണിറ്റിയെ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈഫിന്റെ ഏതൊരു ഘട്ടത്തിൽ അവർ ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന അവസ്ഥയിൽ നിന്ന് കമ്മ്യൂണിറ്റിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടോ? കമ്മ്യൂണിറ്റിയെ അവരുടെ കൂടെ കൂട്ടാൻ അവർ ശ്രമിക്കുന്ന സമയത്താണ് അവരിൽ നേട്ടങ്ങൾ വരാൻ തുടങ്ങിയത്, വളർച്ച ഉണ്ടാകാൻ തുടങ്ങിയത്. നമുക്ക് പരിചയമുള്ള ഓരോ എക്സാമ്പിളിനെയും എടുത്തു പരിശോധിക്കാം. അവിടെയെല്ലാം ആ ലിവറേജിങ്, ടൈം ലിവറേജിങ്, വർക്ക് ലിവറേജിങ്, മാൻ പവർ ലിവറേജിങ്, അത് ചെയ്യുന്ന സാഹചര്യം എവിടെ ഇംപ്ലിമെന്റ് ചെയ്തോ അവിടെ വളർച്ചയുടെ വേറെ പാണ്ഡാവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചതുരോഷൻ പ്ലാറ്റ്ഫോം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഓരോ ട്രേഡേഴ്സും കേവലം ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രം ഫോക്കസ് നിൽക്കേണ്ട ആളുകളല്ല. ട്രേഡ് ചെയ്ത് മാത്രം ലാഭം ഉണ്ടാക്കാം, ആ ലാഭത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ലാഭം സ്വന്തമാക്കാം. ഒരുപക്ഷെ നമ്മൾ വാങ്ങിയിട്ടു, അതിന്റെ ഗ്രോത്ത് എത്തി, നമ്മൾ സെല്ല് ചെയ്യാനിട്ടു, 5 ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ സെല്ലായി പോയി, അതിലൂടെ നമുക്ക് ഒരു 30% ലാഭം ലഭിച്ചു. അതല്ല ഈ സിസ്റ്റത്തിൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പോകുന്ന ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്ത ആ സെക്കൻഡിൽ തന്നെ അവർക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. ആ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിലൂടെ അവരുടെ അക്കൗണ്ടിൽ പണം വരാൻ തുടങ്ങും. ആ പണം ഇൻസ്റ്റന്റ് ആയിട്ട് വിഡ്രോ ചെയ്യാം. അവിടെ ടോവയിൽ മുതൽ മുടക്കിയ എമൗണ്ടിന്റെ 3 മടങ്ങ് എന്ന രൂപത്തിൽ വിഡ്രോ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത് കൊണ്ട് വളരെ വേഗം വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വരുമാനമാണ് ലോകത്ത് ഏത് മേഖലയിലേക്കും ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അയാൾ ഫോക്കസ് ചെയ്യുന്നത്. ആ ഫോക്കസ് വളരെ കൃത്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ചതുരോഷൻ എന്ന് ബോധ്യപ്പെട്ടാൽ ആ ഫോക്കസിലേക്ക് നമ്മുടെ മനസ്സും കാതും മനസ്സും എല്ലാം ഒന്ന് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ടോവ മാർക്കറ്റ് പ്ലേസ് മുന്നോട്ട് വെക്കുന്ന ഈ ആശയം ഓരോ രജിസ്ട്രേഷനിലൂടെയും 52% ലിക്വിഡിലേക്ക് കയറുന്ന ഒരു ആശയം, ഓരോ ടോവ പർച്ചേസിൽ നിന്നും 20% ലിക്വിഡിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന ഈ ആശയം, മാർക്കറ്റ് പ്ലേസിലെ ഓരോ ബൈയിൽ നിന്നും സർവീസ് ചാർജ് കൊടുക്കുമ്പോൾ, ഓരോ സെല്ലിൽ നിന്നും സർവീസ് ചാർജ് കൊടുക്കുമ്പോൾ അതിന്റെ 20% ലിക്വിഡിലേക്ക് ആഡ് ചെയ്യുന്ന ഈ പ്രോസസ് എക്കാലവും നിലനിൽക്കുന്ന പ്രോസസ്സാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും ബ്രേക്ക് ആവാത്ത ഒരു പ്രോസസ്സാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു ആക്ടിവിറ്റിയും ഇല്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ, ഒരു രജിസ്ട്രേഷനും ഇല്ല, ടോവയിൽ നിന്ന് പർച്ചേസ് ചെയ്യപ്പെടുന്നില്ല, മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ബൈ ചെയ്യപ്പെടുന്നില്ല, മാർക്കറ്റ് പ്ലേസിൽ സെല്ല് ചെയ്യപ്പെടുന്നില്ല, അങ്ങനെ സിറ്റുവേഷൻ ഈ സിസ്റ്റത്തിൽ വരുന്നു എന്ന് ഇമാജിൻ ചെയ്താൽ പോലും, ഒരു ആക്ടിവിറ്റിയും ഇല്ലാത്ത ദിവസങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം വന്നാൽ പോലും അവിടെ ഒരു ആക്ടിവിറ്റിക്കുള്ള സ്കോപ്പ് ഈ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2024 മാർച്ച് 20 മുതൽ ഈ സിസ്റ്റം ബിൽഡ് ചെയ്തു പോയപ്പോ സിസ്റ്റത്തിന്റെ ഭാഗമായ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് 1790 വാലറ്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ 1790 വാലറ്റിലും ചതുരോഷന്റെ യൂണിറ്റ്സ് ഹോൾഡ് ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. 1790 എന്ന എണ്ണത്തിൽ നിന്ന് അത്രയും വാലറ്റിൽ ഹോൾഡ് ചെയ്യപ്പെട്ട യൂണിറ്റുകൾ, ആ അക്കൗണ്ടുകൾ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ആ യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 200, 300, 400, 500, 1000% ഗ്രോത്തിലാണ്. അതായത് ഒരു $1000 മുതൽ മുടക്കിയ ഒരാൾക്ക് ഒരുപക്ഷെ $5000 എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഇനി ചതുരോഷൻ പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്നർത്ഥം. ഒരു $100 മുതൽ മുടക്കിയ ഒരാൾക്ക് ഇന്ന് 1500, $2000 ഗ്രോത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യം ഇന്ന് ഉണ്ട് എന്നർത്ഥം. ഈ അക്കൗണ്ടുകൾ ഇനാക്റ്റീവായി നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ വലിയൊരു ചോയ്സ് കിടക്കുന്നുണ്ട്. കാരണം അത്രയും പ്രോഫിറ്റ് നിൽക്കുന്ന അക്കൗണ്ടിൽ നിന്ന് ആ പ്രോഫിറ്റ് എടുക്കാൻ ഒരു ബയറേയും ഈ സിസ്റ്റം ആവശ്യപ്പെടുന്നില്ല. കാരണം ചതുരോഷൻ പ്ലാറ്റ്ഫോമിൽ യൂണിറ്റുകൾ സെല് ചെയ്യപ്പെടുമ്പോൾ സിസ്റ്റം തിരിച്ചു വാങ്ങി നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത്. സോ ഒരു 2500 യൂണിറ്റുകൾ കൈവശമുള്ള ഒരാൾ ഇന്ന് ചതുരോഷൻ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ ആ 2500 യൂണിറ്റുകൾ ഇന്ന് സെല്ല് ചെയ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് $4750 ആണ്. ഈ 2500 യൂണിറ്റുകൾ സ്വന്തമാക്കാൻ അദ്ദേഹം മുതൽ മുടക്കിയത് എത്ര എമൗണ്ട് ആണ്? $1000 ആണോ? എങ്കിൽ ആ $1000 അദ്ദേഹത്തിന് ഇന്ന് ലഭിക്കുന്ന പ്രതിഫലം $4750 എന്ന് പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹം ഹ്യൂജ് പ്രോഫിറ്റിലാണ്. കേവലം 15 മാസം കൊണ്ട് ആ പ്രോഫിറ്റ് എത്തി നൽകാൻ ഈ അൽഗോരിതത്തിന്, ഈ സിസ്റ്റത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്ടിവിറ്റിയും ഇല്ലാത്തൊരു മാർക്കറ്റ് ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉറപ്പായിട്ടും അവിടെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ?
ഈ $4750 അദ്ദേഹം വിഡ്രോ ചെയ്യാൻ ശ്രമിക്കും. കാരണം പ്രോഫിറ്റിൽ നിൽക്കുന്ന ഒരാളാണ്. കേവലം $1000 നിന്നാണ് $4750 നിൽക്കുന്നത്. അദ്ദേഹം വിഡ്രോ ചെയ്യുമ്പോൾ സിസ്റ്റം അദ്ദേഹത്തിന് മുമ്പിൽ ഒരു കണ്ടീഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തെന്നറിയോ? നിങ്ങളെടുത്ത പാക്കേജിന്റെ 200% മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കൂ. സോ $1000 എന്ന പാക്കേജ് ആണ് അദ്ദേഹത്തിന് ഉള്ളതെങ്കിൽ അദ്ദേഹത്തിന് $2000 വിഡ്രോ ചെയ്യാം. ആ വിഡ്രോ ചെയ്യാൻ വേണ്ടി യൂണിറ്റുകൾ സെല്ല് ചെയ്യുന്നു. സെല്ല് ചെയ്യുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് മൈനസ് ആകുന്നു. അപ്പൊ 2,25,000 യൂണിറ്റ് നിൽക്കുന്ന ഈ അവസ്ഥ, അത്രയും യൂണിറ്റ് മൈനസ് ആയി. പകരം അവർക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് $2000 ആണ്. അതിന്റെ 90% കാൽക്കുലേറ്റ് ചെയ്ത് ലിക്വിഡിറ്റിയിൽ നിന്ന് കൊടുക്കുന്നു. സോ $4,36,000 നിൽക്കുന്ന ലിക്വിഡിറ്റിയിൽ നിന്ന് ആ $1,800 കുറയുന്നു. കോയിന്റെ എണ്ണം കുറഞ്ഞു, ലിക്വിഡിറ്റി കുറഞ്ഞു. പക്ഷെ ലിക്വിഡിറ്റി കോയിൻ റേഷ്യോ എടുത്തു നോക്കുമ്പോൾ പ്രൈസ് അപ്പാകും. എവിടെ? ടെതറോഷനിൽ. ടെതറോഷനിൽ പ്രൈസ് അപ്പായാൽ അപ്പോൾ ടോവയിൽ പ്രൈസ് അപ്പാകും, മാർക്കറ്റ് പ്ലേസിലും പ്രൈസ് അപ്പാകും. സോ ഒരു മാസം ഒരു ആക്ടിവിറ്റിയും ഇല്ലാതെ, ഒരനക്കവും ഇല്ലാതെ നിന്ന ടെതറോഷനിൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ആകുന്നു. കഴിഞ്ഞില്ല, $2000 വിഡ്രോ ചെയ്തിട്ടുള്ളൂ, $1,800 അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു. ഇനി $2,750 കൂടി അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാനുണ്ട്. എങ്ങനെ ചെയ്യാം? ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, എത്ര ഗ്രോത്ത് വന്നാലും ആ ഗ്രോത്ത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് വിഡ്രോ ചെയ്തെടുക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടി മാത്രമേ വിഡ്രോ ചെയ്യാൻ സാധിക്കൂ. സോ $4,750 നിന്ന് 2000 കഴിഞ്ഞാൽ $2,750 അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. അത് അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാം. സോ അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്യണം? പകുതി റീബൈ ചെയ്യണം. 2,750 പകുതി എന്ന് പറയുന്നത് 1,375 ആണ്. ഒരിക്കലും 1,375 റീബൈ ചെയ്യാൻ ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ സാധിക്കില്ല. കാരണം ഒരു മാക്സിമം ബൈ ടെതറോഷനിൽ $1000 ആണ്. അങ്ങനെ $1000 വാങ്ങിയാൽ അപ്പൊ തന്നെ അദ്ദേഹത്തിന് 35% വരെയുള്ള യൂണിറ്റ്സ്, $350 യൂണിറ്റ്സ് അദ്ദേഹത്തിന് വീണ്ടും കിട്ടും. സോ $3,100 അദ്ദേഹത്തിന്റെ അസറ്റ് വാല്യൂ മാറും. അങ്ങനെ $1000 കൊണ്ട് അദ്ദേഹം വാങ്ങുമ്പോൾ $3,100 അസറ്റ് വാല്യൂ മാറുമ്പോൾ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വീണ്ടും വില മാറി. അത് ടെതറോഷണൽ പ്രൈസ് മാറി, അഞ്ചരയായിട്ട് ടോപ്പയിൽ മാറി, മാർക്കറ്റ് പ്ലേസിലും മാറി. വീണ്ടും അനക്കമില്ലാത്ത മാർക്കറ്റിൽ അനക്കം കണ്ടിന്യൂ ചെയ്യുന്നു. അതിൽ നിന്ന് $2000 അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് സെല് ചെയ്യാൻ സാധിക്കും. ഇതിനൊരു ടൈം ഗ്യാപ്പ് ഇല്ല ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ. അവിടെ ഒരു ബയർക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഗ്ലോബൽ സെൽ ഓർഡറിന്റെ ക്യൂ നോക്കേണ്ട ആവശ്യമില്ല. കാരണം സിസ്റ്റം ആ യൂണിറ്റുകൾ തിരിച്ചെടുത്ത് നശിപ്പിച്ചു കളയുന്നു. ലിക്വിഡിറ്റി നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കുന്നു 90%. സോ $1,800 അദ്ദേഹത്തിന് വീണ്ടും ലഭിച്ചു. നേരത്തെ 1,800 ലഭിച്ചിരുന്നു, വീണ്ടും 1,800 ലഭിച്ചു, 3,600 ആയി. അതിൽ നിന്ന് $1,000 അദ്ദേഹം റീബൈ ചെയ്യാൻ ഉപയോഗിച്ചത് കൊണ്ട് നെറ്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ ബാക്കിയുള്ളത് $2,600 ആണ്. സോ വീണ്ടും $1,100 അദ്ദേഹത്തിന്റെ കയ്യിൽ ബാക്കിയുണ്ട്. അതിനുള്ള യൂണിറ്റ്സ് ബാക്കിയുണ്ട്. അത് വിൽക്കാൻ തീരുമാനിക്കുന്നു. സോ 3 പ്രാവശ്യം ഇപ്പൊ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില മാറിക്കഴിഞ്ഞു. ആദ്യത്തെ വിൽപ്പനയിൽ വില മാറിക്കഴിഞ്ഞു, റീബൈ ചെയ്തപ്പോൾ വില മാറിക്കഴിഞ്ഞു, മൂന്നാമത്തെ വിൽപ്പനയിലും വില മാറിക്കഴിഞ്ഞു. വീണ്ടും ബാലൻസ് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി അദ്ദേഹം റീബൈ ചെയ്യാൻ ശ്രമിക്കുന്നു. വീണ്ടും വില മാറുകയാണ്. വീണ്ടും അത് സെല് ചെയ്യുന്നു, വീണ്ടും വില മാറുകയാണ്. സോ ഒരു ടെതറോഷൻ മെമ്പർ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള യൂണിറ്റുകൾ വിൽക്കാൻ തീരുമാനിച്ചാൽ കമ്മ്യൂണിറ്റിയിൽ വിലമാറ്റം സംഭവിക്കുകയാണ്. ഈ സിസ്റ്റത്തിലുള്ള 1,790 വാലറ്റുകൾ മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആകുന്നതിന് മുമ്പ് ഈ സിസ്റ്റത്തിലുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ബ്ലോക്ക് ചെയിനിൽ പരിശോധിച്ചാൽ അത് നമുക്ക് കണ്ടെത്താനും സാധിക്കും. അത്രയായിരുന്നു. ഇവിടെ അനക്കമില്ലാത്തൊരു മാർക്കറ്റിൽ അനക്കം സൃഷ്ടിക്കാൻ, ഓളം സൃഷ്ടിക്കാൻ ടെതറോഷൻ എന്ന പ്ലാറ്റ്ഫോമിന്റെ ബേസിക് മാത്തമാറ്റിക്സ് സഹായിക്കുകയാണ്. ഇതുവരെ നമ്മൾ കണ്ട പ്ലാറ്റ്ഫോം അല്ല ടെതറോഷൻ. പല പ്ലാറ്റ്ഫോമും നമ്മൾ കണ്ടിട്ടുണ്ടാകും. ROI പ്ലാറ്റ്ഫോമുകൾ ആയിരുന്നിരിക്കാം, ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ ആയിരുന്നിരിക്കാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ആയിരുന്നിരിക്കാം, റോബോട്ടിക് പ്ലാറ്റ്ഫോമുകൾ ആയിരുന്നിരിക്കാം. അത് ഫോറക്സ് സെഗ്മെന്റിലായിരിക്കാം, ക്രിപ്റ്റോ സെഗ്മെന്റിലായിരിക്കാം, കമ്മോഡിറ്റി സെഗ്മെന്റിലായിരിക്കാം, സ്റ്റോക്ക് മാർക്കറ്റ് സെഗ്മെന്റിലായിരിക്കാം. ഈ സെഗ്മെന്റ് ഒന്നും അല്ലാത്ത വുഡാ സെഗ്മെന്റിൽ ടെതറോഷൻ എന്ന പ്ലാറ്റ്ഫോം ഒരു പുതിയ അനുഭൂതിയാണ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ആ അനുഭൂതിക്ക് ചില സ്റ്റാർട്ടിംഗ് ട്രബിളുകൾ ഉണ്ട്. ആ സ്റ്റാർട്ടിംഗ് ട്രബിളിലൂടെയാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
2024 മാർച്ച് 20-ന് ചതുരോഷൻ പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഇത്തരത്തിൽ ചില സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. ഞാൻ 2024 മാർച്ച് 20-ന് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഏപ്രിൽ 2-ാം തീയതിയാണ് ഞാൻ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറുന്നത്. അന്നാണ് ചതുരോഷൻ എന്നൊരു പ്ലാറ്റ്ഫോം ലോകത്ത് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അറിഞ്ഞ അന്ന് രാവിലെ 10:45 ഞാൻ ടൈം ഫിക്സ് ചെയ്ത് വൈകിട്ട് 3:30 ഈ സിസ്റ്റത്തിന്റെ വൺ ഓഫ് ദ മാസ്റ്റർ ബ്രെയിൻ ശിവദാസ് സാറിനെ ഞാൻ മീറ്റ് ചെയ്യുമ്പോൾ വൈകിട്ട് 7:30 വരെയുള്ള സമയത്ത് ഒരു കലങ്കുശമായ ചർച്ചയിലൂടെ ഈ സിസ്റ്റത്തിന്റെ സാധ്യത ഞാൻ മനസ്സിലാക്കുമ്പോൾ വൈകിട്ട് 7:36-ന് $100 കൊണ്ട് ചതുരോഷന്റെ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ പിന്നീട് മെയ് 7-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ ഈ സിസ്റ്റത്തിന്റെ സയൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് മെയ് 7-ാം തീയതി എനിക്ക് അന്ന് ലഭിച്ച യൂണിറ്റിൽ 30 യൂണിറ്റ് ഒരാളുടെ മുമ്പിൽ വിറ്റ് കാണിച്ചുകൊണ്ട് ഈ സിസ്റ്റത്തിന്റെ ആദ്യത്തെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട് ഞാൻ ഇതിവിടെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ 30 യൂണിറ്റ്സ് ഞാൻ സെല്ല് ചെയ്യുമ്പോൾ എനിക്കൊരു വലിയ നഷ്ടബോധം ഒരുപക്ഷെ അന്നുണ്ടായിരുന്നു. പക്ഷേ ആ നഷ്ടബോധത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ നെറ്റ്വർക്ക് ഇൻകം $10 ആയിരുന്നു. അവിടെ എന്നെ വേറൊരു പാഠം പഠിപ്പിച്ചു. 30 കോയിൻ ഞാൻ കൈവശം വെച്ച് ആ 30 കോയിന്റെ ഗ്രോത്ത് $10 എത്താൻ വേണ്ടി ഞാൻ കാത്തിരുന്നാൽ ഒരുപക്ഷെ 3-4 മാസം ഞാൻ കാത്തിരിക്കണമായിരുന്നു. അന്നത്തെ ഗ്രോത്ത് സ്പീഡ് വളരെ കുറവായിരുന്നു. 0.01-ൽ നിന്ന് 0.24 എന്ന പ്രൈസിലേക്ക് ടെതറോഷൻ പ്ലാറ്റ്ഫോം എത്തുന്നത് ഒരു വർഷം കൊണ്ടാണ്. 2024 മാർച്ച് 21-ന് ഫസ്റ്റ് എൻട്രി സ്റ്റാർട്ട് ചെയ്തപ്പോ 0.01 പ്രൈസിൽ നിന്നായിരുന്നെങ്കിൽ ആദ്യത്തെ എൻട്രിയിലൂടെ 0.01485 എന്ന പ്രൈസിലേക്ക് പ്രൈസ് ചേഞ്ച് ആയി മാറിയപ്പോ ആ പ്രൈസ് ചേഞ്ച് 0.24 എന്ന പ്രൈസിലേക്ക് എത്തി നിൽക്കാൻ 2025 മാർച്ച് 18 വരെ ഈ സിസ്റ്റം കാത്തു നിന്നു. എന്നാൽ 2025 മാർച്ച് 18-ന് ടോവ മാർക്കറ്റ് പ്ലേസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ 0.24 എന്ന പ്രൈസ് അതിന്റെ 5 ഇരട്ടിയായ 1.2 എന്ന പ്രൈസിൽ മാർക്കറ്റ് പ്ലേസിൽ ഓപ്പൺ ആയി. പിന്നെ നമ്മൾ കണ്ടത് വലിയ മാറ്റമാണ്. 0.24-ൽ നിന്ന് $1.9 പ്രൈസ് മാറി. 0.24-ൽ നിന്ന് $1.9 പ്രൈസ് മാറി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം $1.66 മാറ്റം സംഭവിച്ചു എന്നർത്ഥം. $1.66 മാറ്റം സംഭവിക്കുമ്പോൾ അതിന്റെ ബേസ് 0.24 എന്ന പ്രൈസ് ആണെങ്കിൽ അതിന്റെ പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് 691% ഗ്രോത്ത് ആണ്. എത്ര നാൾ കൊണ്ട്? കേവലം 2-2.5 മാസം കൊണ്ട്. സോ ആ മാറ്റത്തിന് കാരണം ഈ സിസ്റ്റത്തിന്റെ ഈ ബേസിക് സയൻസ് ആണ്. ആർക്കും $20 രജിസ്റ്റർ ചെയ്യാതെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറാൻ കഴിയില്ല, എങ്കിൽ പ്രൈസ് ചേഞ്ച് ആകും. ടോമയിൽ പർച്ചേസ് ചെയ്യാതെ ആർക്കും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറാൻ കഴിയില്ല, സോ പ്രൈസ് ചേഞ്ച് ഉണ്ടാകും. ടോമയിൽ പർച്ചേസ് ചെയ്ത യൂണിറ്റ് മാർക്കറ്റ് പ്രൈസിൽ വിൽക്കാതെ അവർക്ക് ആ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കില്ല, അപ്പോഴും 3% സർവീസ് ചാർജ് കൊടുക്കുന്നുണ്ട്, പ്രൈസ് ചേഞ്ച് മാറും. ആ മാർക്കറ്റ് പ്രൈസിൽ ഒരു പുതിയ ബയർ വരാതെ അയാൾക്ക് ആ പേയ്മെന്റ് ലഭിക്കുകയില്ല. ആ ബയർ 1% സർവീസ് ചാർജ് കൊടുത്ത യൂണിറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അപ്പോഴും ലിക്വിഡിറ്റി ഫണ്ട് കയറും, ഉറപ്പായിട്ടും പ്രൈസ് ചേഞ്ച് ഉണ്ടാകും. ഇവിടെ പ്രൈസ് ചേഞ്ച് 100% ഉറപ്പ്. സോ വാങ്ങി വെക്കാൻ ഒരാൾക്ക് മടിക്കേണ്ട ആവശ്യമില്ല. അയാൾ വാങ്ങി വെച്ചു, പ്രൈസ് ചേഞ്ച് സംഭവിച്ചു, ഗ്രോത്ത് എത്തി, 30%-ത്തിലെത്തി, അദ്ദേഹം വീണ്ടും സെല്ല് ചെയ്യും. 3% സർവീസ് ചാർജ് കൊടുക്കും. ആ സെല്ല് ചെയ്യാൻ വേണ്ടി അദ്ദേഹം യൂണിറ്റ് ഇട്ടാൽ അല്പം കാത്തു നിന്നിട്ടാണെങ്കിലും ഒരു ബയർ അത് വാങ്ങിയിട്ട് പോകും. ഉറപ്പായിട്ടും 30% ലാഭത്തിൽ തന്നെ ആ പേയ്മെന്റ് അദ്ദേഹത്തിന് കിട്ടും. 3% സർവീസ് ചാർജ് ഡിഡക്ട് ചെയ്യപ്പെടും. അതിന്റെ 20% ലിക്വിഡിറ്റി ആഡ് ആവും, പ്രൈസ് ചേഞ്ച് ആകും. ഈ പ്രോസസ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഒരുപക്ഷെ ഇപ്പൊ രജിസ്റ്റർ ചെയ്യപ്പെട്ട 9,000 വാലറ്റുകൾ ഈ സിസ്റ്റത്തിന് വേണ്ടി ഒരു ആക്ടിവിറ്റിയും ചെയ്യാത്ത വാലറ്റ് ആയിട്ട് ഇരുന്നാൽ ഇത് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു 10-100 ആൾക്കാർ ഈ മാർക്കറ്റിൽ ഉണ്ട് ഉറപ്പായിട്ടും. ഇത് മാർക്കറ്റ് ചെയ്യുന്ന ഈ 100 പേർ ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ വെറും 90 പേരെ ഓരോരുത്തരും കൊണ്ടുവന്നാൽ മതി, 9,000 പുതിയ വാലറ്റുകൾ സൃഷ്ടിക്കപ്പെടും. 100 മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർ വെറും 90 പേരെ, ഒരാൾ 90 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എങ്കിൽ 90 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും 9,000 പുതിയ വാലറ്റുകൾ സൃഷ്ടിക്കപ്പെടും. ഈ 9,000 പുതിയ വാലറ്റുകൾ നിലവിലുള്ള ടോവ സിസ്റ്റത്തിൽ നിന്ന് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങുന്ന ബയേഴ്സ് ആയിട്ട് മാറും. എങ്കിൽ ഇപ്പോഴുള്ള 9,000 വാലറ്റുള്ള ടോവകൾ വിറ്റഴിക്കപ്പെടുക തന്നെ ചെയ്യും.
ഒരു സംശയവും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആർക്കും വേണ്ട. ഇവിടെയാണ് ഈ സിസ്റ്റത്തിന്റെ റിയൽ സയൻസ് മനസ്സിലായോ ഇല്ലയോ എന്നൊരു ചോദ്യം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ചോദിക്കാനുള്ളത്. Look for the result. If the 1000 traders just do it, this activity, ഏത് ആക്ടിവിറ്റി? $20 രജിസ്റ്റർ ചെയ്യുന്നു, $1000 ടോവയിൽ വാങ്ങുന്നു, $1000 ഉപയോഗിച്ച് മാർക്കറ്റ് പ്ലേസിൽ ബൈ ചെയ്യുന്നു, അത് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു എങ്കിൽ എന്താണ് ഈ സിസ്റ്റത്തിൽ വരാൻ പോകുന്ന ഇമ്പാക്ട്? വെറും 1000 ട്രേഡേഴ്സ്. ഈ മീറ്റിംഗ് ഹാളിൽ ഇപ്പൊ എനിക്ക് കാണാൻ സാധിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 460 ആണ്. 460 പേർ ഇന്ന് മലയാളം സൂമിൽ മാത്രം പങ്കെടുക്കുമ്പോ സെയിം ടൈം ഹിന്ദി സൂമിൽ എത്ര പേരുണ്ടാകും? ഇതൊന്നും പങ്കെടുക്കാത്ത തമിഴ് മക്കൾ എത്ര പേരുണ്ടാകും? ഇതൊന്നും ബന്ധപ്പെടാത്ത കന്നഡ മക്കൾ എത്ര പേരുണ്ടാകും? ഇതൊന്നും പങ്കെടുക്കാത്ത ബംഗാളി മക്കൾ എത്ര പേരുണ്ടാകും? വിവിധ ഭാഷകളായി ഇന്ത്യയിൽ മാത്രം എത്ര വലിയൊരു സമൂഹം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇന്ത്യക്ക് വെളിയിലേക്ക് ഒന്ന് ചിന്തിച്ചാലോ, തൊട്ട അയൽ രാജ്യങ്ങൾ ചിന്തിച്ചാലോ, GCC കൺട്രീസിലേക്ക് ഒന്ന് ചിന്തിച്ചാലോ, മധ്യ പൂർവേഷ്യ ഏരിയയിലേക്ക് ഒന്ന് ചിന്തിച്ചാലോ, യൂറോപ്യൻ യൂണിയനിലേക്ക് ഒന്ന് ചിന്തിച്ചാലോ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ഒന്ന് ചിന്തിച്ചാലോ, ഇവിടെയെല്ലാം ഈ സിസ്റ്റം പോസിബിൾ ആണ്, 100% പോസിബിൾ ആണ്. ഈ സിസ്റ്റം അവിടെയെല്ലാം പെനിട്രേറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വൈ? ഗ്രോത്ത് മാത്രം തരുന്ന ഒരു സിസ്റ്റം ലോകത്ത് ഇതുവരെയും ആരും ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആരും ഇൻവെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത്തരം ഒരു മാത്തമാറ്റിക്കൽ ലോജിക്കിനെ കുറിച്ച് ലോകത്ത് ഒരിടത്തും ഒരു ചർച്ചയും നടന്നിട്ടില്ല. ആ 2 വ്യക്തികൾ, അവരുടെ മനസ്സിൽ തോന്നിയ ആശയം, 2 സുഹൃത്ത് ബന്ധങ്ങൾ, നീണ്ട 10-15 വർഷത്തെ ആ സുഹൃത്ത് ബന്ധത്തിലൂടെ, അവരുടെ ഡിസ്കഷനിലൂടെ ഉരുത്തിച്ചേരുന്ന ഈ മാത്തമാറ്റിക്കൽ ലോജിക്കൽ ഫോർമുല, അതിനെ ഒരു എൻക്രിപ്റ്റഡ് മോഡിൽ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് ഡിപ്ലോയ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് തന്നപ്പോ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ട് എന്ന സത്യത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. പറ്റിയില്ലെങ്കിൽ ഇത് തിരിച്ചറിയാൻ പറ്റുന്നവർ അത് കൃത്യമായിട്ട് ഉപയോഗിക്കും, നേട്ടങ്ങൾ സ്വന്തമാക്കും. നമ്മൾ നോക്കി നിൽക്കും. നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത് നമ്മൾ നോക്കി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരം ഒരു സാഹചര്യത്തെ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഏപ്രിൽ 2-ാം തീയതി സൈനപ്പ് ചെയ്തു. മെയ് 7-ാം തീയതി വരെയുള്ള സമയത്ത് ഇത് കൃത്യമായിട്ട് പഠിച്ച് ഈ സിസ്റ്റത്തെ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെയും ഇടതടവില്ലാതെ കണ്ടിന്യൂസ് ആയി കറക്റ്റായി മുന്നോട്ട് പ്രയാണം ചെയ്തു പോയപ്പോ ഈ സിസ്റ്റം പറയുന്ന ഡയമണ്ട്ഷിപ്പ് എന്ന ക്വാളിഫിക്കേഷൻ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ സാധ്യത നമ്മൾ ഓരോരുടെ കയ്യിലുമുണ്ട്. എന്തു വേണം? സിസ്റ്റത്തിന്റെ റിയാലിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരണം. മാർക്കറ്റ് സെൽ ഓർഡറുകൾ നോക്കി നിന്നുകൊണ്ട്, ഗ്ലോബൽ സെൽ ഓർഡർ നോക്കി നിന്നുകൊണ്ട്, അതിന്റെ ക്യൂ നോക്കിയതുകൊണ്ട് ലോകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നോക്കി നിന്നുകൊണ്ട് ലോകത്ത് സംഭവിക്കുമായിരുന്നെങ്കിൽ ലോകത്ത് എല്ലാ പ്രൊഡക്റ്റുകളും മാർക്കറ്റ് ചെയ്യപ്പെടുമായിരുന്നു. ഒരുപക്ഷെ ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മൾ 473 പേരുണ്ട്. ഈ 473 പേർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു മൊബൈൽ ഫോൺ മാനുഫാക്ചർ ചെയ്യാൻ തീരുമാനിച്ചു. ആപ്പിളിനേക്കായും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫോണിനേക്കായും ബ്യൂട്ടിഫുൾ ആയ ഒരു മൊബൈൽ ഫോൺ 10 ലക്ഷം പീസാണ് നിർമ്മിച്ചത്. 473 പേരാണ് അതിനുവേണ്ടി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തത്. നമ്മുടെ ലക്ഷ്യം ആ പ്രൊഡക്റ്റിനെ ലോകം മുഴുവൻ എത്തിക്കണം. നമ്മൾ മാനുഫാക്ചർ ചെയ്തു 10 ലക്ഷം പീസ്. എന്നിട്ട് ഒരു റൂമിൽ ആ മൊബൈൽ ഫോൺ എല്ലാം സ്റ്റോക്ക് ചെയ്ത് നമ്മളെല്ലാവരും ചുറ്റും കൂടിയിരിക്കുകയാണ്. ഈ മൊബൈൽ ഫോണിന്റെ ബ്യൂട്ടി കണ്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നിർമ്മാണ വൈഭവം കണ്ട് നമ്മൾ മനോഹരപ്പെട്ട് കോൾമേക്കൊട്ട് നമ്മൾ ഇങ്ങനെ പുളകിതരായി നമ്മൾ ഇരിക്കുകയാണ്. എത്ര വർഷം ആ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരുന്നാലും ഒരു മൊബൈൽ ഫോൺ പോലും നമുക്ക് വിൽക്കാൻ സാധിക്കില്ല. വിൽക്കണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷം പീസ് നമ്മൾ നിർമ്മിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ മിനിമം 1 കോടി ആൾക്കാരോട് നമ്മൾ ഈ ആശയം സംസാരിക്കേണ്ടിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, ചതുരോഷൻ വിർച്വൽ അസറ്റ് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് പ്ലേസ് അത് സെല്ല് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ബയേഴ്സ് വരണമെങ്കിൽ നമ്മൾ സംസാരിക്കണം. അതിന് ഏറ്റവും എളുപ്പ വഴി ഇതിന്റെ മാർക്കറ്റിംഗ് സൈഡ് കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ മാർക്കറ്റിംഗ് മെത്തേഡിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപകടമില്ലാതെ
വരുന്ന ഓരോരുത്തർക്കും പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കി തരുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്നുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞാൽ നമുക്കും ഈ 1000 ട്രേഡേഴ്സിൽ ഒരാളായിട്ട് മാറാം. എങ്കിൽ എന്താണ് സംഭവിക്കുക? ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കൂ. $20 കൊണ്ട് ഒരാളെ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അങ്ങനെ 1000 ആളുകൾ ഇന്ന് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ $20,000 ബിസിനസ് ഇന്ന് നടക്കും. അതിന്റെ 52% $10,400 ലിക്വിഡിറ്റിയിൽ കയറും. ടെത്രോഷന്റെ ലിക്വിഡിറ്റിയിൽ 4,32,000 എന്നുള്ളത് 4,42,400 കൂടും. ലിക്വിഡിറ്റി മാറും. വെറും $20 1000 എൻട്രി എന്ന് നടന്നാൽ ഒരു പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് സുഹൃത്തെ ഒന്ന് കടന്നു വരൂ. ഒരു ടോക്കൺ പോക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് BNBയും USDT ലോഡ് ചെയ്ത് ഒരു $20 രജിസ്റ്റർ ചെയ്താൽ ഈ പ്ലാറ്റ്ഫോം എന്താണെന്ന് നിനക്ക് പഠിക്കാം എന്ന് പറയുന്ന 1000 ആളുകൾ ഉണ്ടെങ്കിൽ $10,400 ലിക്വിഡിറ്റി കയറുമെന്ന്. പ്രൈസ് ചേഞ്ച് വരുമോ? തീർച്ചയായും വരും. ആ ഗ്രോത്ത് നിങ്ങളുടെ കയ്യിലുള്ള ടോവയുടെ യൂണിറ്റിന്റെ പ്രൈസിന് കാരണമായി തീരുമോ? തീർച്ചയായും സംഭവിക്കും. എന്നിട്ട് അവരോട് പറയുക, ഈ സിസ്റ്റത്തിന്റെ സാധ്യത പഠിക്കാൻ വേണ്ടിയിട്ട് വെറും $1000 കൊണ്ട് ടോവയിൽ ഒന്ന് പർച്ചേസ് ചെയ്യൂ. 1000 സുഹൃത്തുക്കൾ ഈ ജോലി ചെയ്താൽ $10 ലക്ഷം ടേൺ ഓവർ ആണ് നടക്കുക. ആ $10 ലക്ഷം 20% $2 ലക്ഷം ലിക്വിഡിറ്റിയിൽ കയറും. സോ 4,42,000 എന്ന ഫിഗർ 6,42,000 ആയിട്ട് ലിക്വിഡിറ്റി മാറും. പ്രൈസ് ജമ്പ് ആവും. പ്രൈസ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം മുകളിലേക്ക് ഉയരും. ടോട്ടൽ കമ്മ്യൂണിറ്റിയിൽ അത്ഭുതങ്ങൾ കാണും. വീണ്ടും അവരോട് പറയുന്നു, നിങ്ങൾ $1000 വാങ്ങി 14 ദിവസം ലോക്ക് ചെയ്ത് കാത്തിരിക്കേണ്ടവരല്ല. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ഒരു $1000 കൊണ്ട് മാർക്കറ്റ് പ്രൈസിൽ വാങ്ങൂ. അത്തരത്തിലൊരു 3 പ്രാവശ്യം വാങ്ങിയാൽ മാത്രമേ ഇനി ടോവയിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കൂ. അതുകൊണ്ട് ഈ 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്രമാത്രം ട്രേഡ് ചെയ്യാൻ സാധിക്കുമോ ചെയ്യൂ. എങ്കിൽ $1000 കൊണ്ട് 1000 ആളുകൾ മാർക്കറ്റ് പ്ലേസിൽ വാങ്ങിയപ്പെട്ടാൽ $10 ലക്ഷം ടേൺ ഓവർ നടക്കും. അതിന്റെ 1% $10,000, $10,000 20% $2,000 ലിക്വിഡിറ്റിയിൽ കയറും. നോക്കൂ, 3 പ്രാവശ്യം ഈ 14 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ $6,000 ആണ് അവിടെ ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. വേണ്ട, 1000 കൊണ്ട് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ ലിക്വിഡിറ്റിയിൽ കയറുന്ന എമൗണ്ട് മാത്രം $2,12,400. ഗ്രോത്ത് ഒരു ദിവസം കൊണ്ട് ഒരു പക്ഷേ 30% എത്തുന്ന അവസ്ഥയിലേക്ക് എത്താൻ വേറെ ഒന്നും വേണ്ട. രാവിലെ വാങ്ങിയാൽ വൈകുന്നേരം 30% ഗ്രോത്ത് കിട്ടുന്ന ഒരവസ്ഥ. അത്തരമൊരു അവസ്ഥയിൽ മാർക്കറ്റ് പ്ലേസിൽ നിൽക്കുന്ന ക്യൂക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? കാരണം ആളുകൾ ചൂടപ്പം പോലെ വാങ്ങുന്ന ഒരു വസ്തുവായിട്ട് ടോവ മാറില്ലേ? ചൂടപ്പം പോലെ മാറുന്ന ഒരു അവസ്ഥയിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകാൻ ഈ മാർക്കറ്റിൽ ഇപ്പോ ഇത് പരിചയപ്പെട്ട നമുക്ക് സാധിക്കുമല്ലോ. നമ്മൾ നോക്കി നിന്നാലും വൈകിയാണെങ്കിലും ഈ സത്യം മനസ്സിലാക്കി ഇത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുമെന്ന സത്യത്തെ നമ്മൾ മറക്കാതിരിക്കുക. അത് വരിക തന്നെ ചെയ്യും. അതൊരു പക്ഷേ നമ്മൾ മലയാളം സംസാരിക്കുന്ന ആളുകളാണെന്ന് ഒരു നിർബന്ധവുമില്ല. അത് സംസാരിക്കുന്നത് ഹിന്ദി സംസാരിക്കുന്ന ആളുകളാണെന്ന് ഒരു നിർബന്ധവുമില്ല. അത് സംസാരിക്കുന്നത് ഒരുപക്ഷെ ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ആളുകളായിരിക്കാം. ഒരുപക്ഷെ ലാറ്റിൻ അമേരിക്കയിലുള്ള ഏതെങ്കിലും ഒരു ഭാഷ സംസാരിക്കുന്ന ഒരു സമൂഹമായിരിക്കാം ഈ സത്യം മനസ്സിലാക്കി ഏറ്റെടുക്കാൻ പോകുന്നത്. അങ്ങനെ ഏറ്റെടുത്താൽ ഇപ്പോഴുള്ള സെൽ ഓർഡറിലുള്ള ഓരോ ടോവയും ചൂടപ്പം പോലെ വിറ്റഴിക്കുന്ന സാഹചര്യമുണ്ട്. എന്താ കാരണം? $1000 കൊണ്ട് 1000 ആളുകൾ വാങ്ങിച്ചാൽ $10 ലക്ഷം ബൈ പ്രോസസ് എന്ന ആ ഒരു ഫിഗർ ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ വന്നിരിക്കുന്ന സെൽ ഓർഡറിന്റെ മാക്സിമം ഫിഗർ ഞാൻ കണ്ടിരിക്കുന്നത് $6 ലക്ഷം ആണ്. അതിൽ കൂടുതൽ ഒരു സെൽ ഓർഡർ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഗ്ലോബൽ സെൽ ഓർഡറിൽ അതിൽ കൂടുതൽ ഫിഗർ ഞാൻ കണ്ടിട്ടേ ഇല്ല. കേവലം 2.5 മാസം കൊണ്ട്. ചിന്തിക്കണം, മാർക്കറ്റിംഗ് അതാണ് ലോകത്തെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പറയുമ്പോൾ പല വ്യവസായികളെയും അവരുടെ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന്റെ അടിസ്ഥാനപരമായ നെടുംതൂൺ ഒരു മാർക്കറ്റിംഗ് ഫോഴ്സ് ആണ്. ലോകത്തെ എല്ലാ ഓർഗനൈസേഷൻസും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള ടീമിനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. നമ്മൾ $1000, $2,000, $3,000, $10,000 മുടക്കിക്കൊണ്ട് ടോവ എന്ന യൂണിറ്റ് കൈവശം വെച്ച് 30% ഗ്രോത്തിലെത്തി വിൽക്കാനിടുമ്പോൾ
നമ്മളും ചിന്തിക്കേണ്ടത് ഇത് വാങ്ങാനുള്ള ഒരു മാർക്കറ്റിംഗ് ഫോഴ്സിനെ എങ്ങനെ ഉണ്ടാക്കണമെന്നല്ലേ? അതോ ഇത് എവിടെന്നെങ്കിലും തരുമെന്ന് വിചാരിച്ച് മാറി നിൽക്കലാണോ വേണ്ടത്? മാറി നിന്നോ, പ്രശ്നമൊന്നുമില്ല. അല്പം ഡിലേ ആയിട്ടാണെങ്കിലും അത് വിറ്റ് പോകും. ഡിലേ, ഈ വാക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമുക്ക് പരിചയമുള്ള മാർക്കറ്റിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കി. നമുക്ക് പരിചയമുള്ള സ്റ്റോക്ക് മാർക്കറ്റ് എടുക്കൂ. ഒരു ഫേമസ് ആയിട്ടുള്ള കമ്പനിയുടെ സ്റ്റോക്ക് നിങ്ങൾ കരസ്ഥമാക്കിയെന്ന് വിചാരിക്കുക. ആ സ്റ്റോക്ക് കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ ന്യൂസ് നോക്കിയിട്ടുണ്ട്, കാൻഡിൽ നോക്കിയിട്ടുണ്ട്, ട്രെൻഡ് നോക്കിയിട്ടുണ്ട്, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നോക്കിയിട്ടുണ്ട്, ഒരുപാട് ഘടകങ്ങളെ നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ആ യൂണിറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തത്. പക്ഷേ നിങ്ങൾ വാങ്ങിയ മൊമെന്റിൽ അതിന്റെ പ്രൈസ് ഡൗൺ ആവാൻ തുടങ്ങി, ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല, കാരണം നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞു. ആ ഡൗൺ ട്രെൻഡ് ഇനി എന്ന് അപ് ട്രെൻഡ് ആവുമെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല മാർക്കറ്റിൽ. ആ ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡ് ആയി നിങ്ങൾ വാങ്ങിയ വിലയിൽ എന്നെത്തുമെന്ന് ചോദിച്ചാൽ അപ്പോഴും ഉത്തരമില്ല. അങ്ങനെ എത്താതെ നിങ്ങളുടെ ക്യാപിറ്റൽ എമൗണ്ടിന് നിങ്ങൾക്ക് സെല് ചെയ്യാൻ സാധിക്കില്ല. ഒരുപക്ഷെ മാസങ്ങൾ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ അത്തരം മാർക്കറ്റ് പ്ലേസിലുണ്ട്. ലോകത്തെ നമ്പർ 1 ഇൻഡസ്ട്രി, ഏറ്റവും വലിയ ഗ്രോത്ത് ഉള്ള ഇൻഡസ്ട്രി, ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇൻഡസ്ട്രി, രാജ്യങ്ങൾ പോലും അതിന്റെ ഗവേണിംഗ് ബോഡി കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രി, ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രി. അതിലെ ടോപ്പ് മോസ്റ്റ് എക്സ്ചേഞ്ച് ആണ് ബിനാൻസ്. അതിലെ ടോപ്പ് മോസ്റ്റ് ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ. ആ ബിറ്റ്കോയിൻ നിങ്ങൾ വാങ്ങുന്നതെന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഈ മൊമെന്റിൽ വാങ്ങി അടുത്ത സെക്കൻഡ് മുതൽ ഡൗൺ ട്രെൻഡിലേക്ക് ഒന്ന് പോയാൽ തിരിച്ച് ആ മാർക്കറ്റ് എന്ന് വരുമെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല സുഹൃത്തുക്കളെ. സോ ഇവിടെയാണ് ടോവ് മുന്നോട്ട് വെക്കുന്ന മാർക്കറ്റ് പ്ലേസിന്റെ ബ്യൂട്ടി. നിങ്ങൾ വാങ്ങിയ സത്യമാണെങ്കിൽ ഒരിക്കലും വാങ്ങിയ വിലയിൽ നിന്ന് താഴെ പോകില്ല. അതേ സിസ്റ്റം പറയുന്ന ഗ്യാരണ്ടിയാണ്. അവിടെ നിന്ന് വില ഇംപ്രൂവ് ആകുക തന്നെ ചെയ്യും. കാരണം 5 തരത്തിൽ ലിക്വിഡിറ്റിയിൽ ഫണ്ട് വരുന്നുണ്ട്. 5 തരത്തിൽ ഫണ്ട് വരുമ്പോഴെല്ലാം ഇംപ്രൂവ്മെന്റ് വരും. വില കൂടെ 30% എത്തും. അതും ഈ സിസ്റ്റം പറയുന്ന ഗ്യാരണ്ടിയാണ്. 30% എത്തിയാൽ നിങ്ങൾ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാം. സെൽ ഓർഡർ പ്ലേസ് ചെയ്താൽ ആ സെൽ ഓർഡറിൽ ഒരു ക്യൂ നിങ്ങൾക്കുണ്ട്. ആ ക്യൂവിൽ ഏറ്റവും ലാസ്റ്റ് ആണ് നിങ്ങളുടെ സെൽ ഓർഡർ പ്ലേസ് ആകുന്നത്. പക്ഷേ അതിനുശേഷം വരുന്ന സെൽ ഓർഡറുകൾ നിങ്ങളുടെ താഴെ വരുന്നത് കാണാൻ സാധിക്കും. ബയേഴ്സ് വരുന്ന ക്യൂവിന്റെ ആദ്യത്തെ ബൈ ഓർഡറുകൾ നടന്നു പോയി നിങ്ങളുടെ ക്യൂവിൽ നിങ്ങളുടെ ടേൺ മുകളിലേക്ക് കയറി തന്നെ വരിക ചെയ്യും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇതും ഈ സിസ്റ്റം പറയുന്ന ഗ്യാരണ്ടി തന്നെയാണ്. നിങ്ങളുടെ ടേൺ എന്നെത്തുന്നു, ഒന്നാമത്തെ പൊസിഷൻ എത്തുന്ന സമയത്ത് വരുന്ന ബയർ നിങ്ങളുടെ യൂണിറ്റ് വാങ്ങി പോവുക ചെയ്യും. ആ വാങ്ങി പോകുമ്പോ 100% ഷുവർ ആണ് 30% ലാഭം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിൽ 3% സർവീസ് ചാർജ് കഴിഞ്ഞുള്ള എമൗണ്ട് 100% നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയും ഉറപ്പുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ടോവ വാങ്ങാൻ ആളുകളില്ലാത്തൊരവസ്ഥ ഉണ്ടാകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കാണുന്നുണ്ടോ? അങ്ങനെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെ സ്വപ്നം കാണുന്ന ആളുകളോട് ഞാൻ ഇപ്പൊ തന്നെ പറയുന്നു, ഈ പ്രാവശ്യം നിങ്ങളുടെ ഫണ്ട് കിട്ടുമ്പോൾ വിറ്റ് 30% ലാഭം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും ടോവ വാങ്ങാതെ ആ ഫണ്ടും ലാഭവും ഉൾപ്പെടുത്തി നിങ്ങൾ മാറി നിൽക്കുക. എന്നിട്ട് ഡെയിലി മാർക്കറ്റ് പ്രൈസ് വാച്ച് ചെയ്യുക. ഗ്ലോബൽ സെൽ ഓർഡർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. 1 മണിക്കൂർ കൊണ്ട് വിറ്റഴിച്ച് പോകുന്നത് കണ്ടു കഴിയുമ്പോൾ ആ പണം വീണ്ടും എടുത്ത് ടോവ വാങ്ങാൻ ശ്രമിക്കുക. കാരണം അന്ന് 1 മിനിറ്റ് കൊണ്ട് ഇത് വിറ്റു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ സഹായിക്കും. കാരണം നിങ്ങൾ എന്ന ബയർ വീണ്ടും കയറി വരുമ്പോൾ ഇതിന്റെ സ്പീഡ് കൂടും. സോ സ്പീഡ് ഇവിടെ കൂടുക തന്നെ ചെയ്യും സുഹൃത്തുക്കളെ, ഒരു സംശയവും വേണ്ട. സോ വാട്ട്സ് യുവർ ഇമ്പാക്ട് ഇൻ യുവർ നെറ്റ്വർക്ക്, ഇൻ എൻറ്റയർ നെറ്റ്വർക്ക്? ഈ സമൂഹം മൊത്തം, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹം മൊത്തം ഈ സിസ്റ്റത്തെ മനസ്സിലാക്കി ഏറ്റെടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മുടെ എല്ലാം കയ്യിലേക്ക് ഒഴുകാൻ പോകുന്ന പണത്തിന്റെ ഫ്ലോ എത്രമാത്രം വലുതാണ്, ഈ സിസ്റ്റത്തിന്റെ ഗ്രോത്ത് എത്രമാത്രം ബ്യൂട്ടിഫുൾ ആണ്. ഇത് എത്തേണ്ട കൈകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം വളർച്ച ഈ സിസ്റ്റത്തിൽ ഉണ്ടാകും. ലൈഫ് ഔട്ട്ലുക്ക് ഇൻ 2025 അതൊരു ബുൾ റൺ തന്നെയാണ്. ഇതുവരെയുള്ള ജീവിതത്തിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, നേട്ടങ്ങളിൽ നിന്ന് കുതിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടും കോട്ടങ്ങളിൽ നിന്ന് കോട്ടങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം. ആ തളർച്ചകൾ, ആ മനസ്താപങ്ങൾ, ആ വിഷമങ്ങൾ, ആ ഭയം
ഇതെല്ലാം നിങ്ങളെ പുറകോട്ട് വലിക്കുന്നുണ്ടാകാം. പക്ഷെ സുഹൃത്തുക്കളെ തിരിച്ചറിഞ്ഞോളൂ, ഇത് ഭയത്തിന്റെ പ്ലാറ്റ്ഫോം അല്ല. ഇത് സോൾഡ് ആയിട്ടുള്ള സയൻസ് ആണ്. ഇതൊരു സ്കാം ആക്ടിവിറ്റി അല്ല. ഇതൊരു സ്കാം ചെയ്യാൻ വേണ്ടി വന്ന പ്രൊജക്റ്റ് അല്ല. ആയിരുന്നെങ്കിൽ ഈ സിസ്റ്റത്തിൽ ധാരാളം കണ്ടീഷൻസ് വച്ച് ഈ സിസ്റ്റത്തിന് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഈ പ്ലാനിലുണ്ട്. ധാരാളം അവസരങ്ങളുണ്ട് അവർക്ക് പണം സമ്പാദിക്കാൻ. പണം ഉണ്ടാക്കിയെടുക്കലാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ ഉറപ്പായിട്ടും അത്തരം കണ്ടീഷൻസ് വച്ച് നമ്മളിൽ നിന്നും പണം ഈടാക്കുമായിരുന്നു. ഇവിടെ അതൊന്നുമില്ല. വളരെ ഫ്ലെക്സിബിളായി, വളരെ ട്രാൻസ്പെറന്റ് ആയി, സിമ്പിൾ കണ്ടീഷൻ വെച്ച് ഈ സിസ്റ്റം നമുക്ക് വേണ്ടി ബ്യൂട്ടിഫുൾ ആയ പ്ലാറ്റ്ഫോം ഒരുക്കി തന്നപ്പോ അതിനെ കൃത്യമായി മനസ്സിലാക്കി ഏറ്റെടുത്താൽ നമ്മുടെ ലൈഫ് 2025 വേറെ ലെവലിലേക്ക് മാറുന്നുണ്ട്. ഇന്ന് മാറിയ നിരവധി ആൾക്കാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് വെളിയിലുമായി നിരവധി ആൾക്കാരുടെ ജീവിതം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഷ്ടങ്ങളിൽ നിന്ന് കഷ്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ലൈഫ് മാറ്റിയെടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയി, പ്രതിസന്ധികളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, സാമ്പത്തിക പരാധീനങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ലൈഫിലേക്ക് എത്തുകയാണ്. മനസ്സിലാക്കണം, മാർക്കറ്റ് പ്ലേസിലുള്ള ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഒരു സെൽ ഓർഡർ 30% ഗ്രോത്ത് എത്താതെ വിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ ആണ്. 30% ഗ്രോത്ത് ഇല്ലാതെ നിങ്ങൾക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. ഇതിനു മുമ്പ് സാധിക്കുമായിരുന്നു. വാങ്ങിയ ആ സെക്കൻഡ് തന്നെ വിൽക്കാമായിരുന്നു, വിൽപ്പനയ്ക്ക് ഇടാൻ പറ്റുമായിരുന്നു. പക്ഷെ സിസ്റ്റം വളരെ കൃത്യമായ ഒരു റൂള് ഇംപ്ലിമെന്റ് ചെയ്തു. 30% ഗ്രോത്ത് നിങ്ങൾക്ക് വേണ്ട, ആ 30% ഗ്രോത്തിന് ശേഷം വിറ്റാൽ മതി. അങ്ങനെ ചെറിയ ലാഭത്തിൽ നിങ്ങൾ വിൽക്കണ്ട. കാരണം വലിയ ലാഭത്തിൽ നിങ്ങൾ വിൽക്കുമ്പോൾ അതിന്റെ 3% എന്ന സർവീസ് ചാർജ് വലിയ എമൗണ്ട് ആണ്. അതിൽ നിന്നും 20% ലിക്വിഡിലേക്ക് കയറുമ്പോൾ ഗ്രോത്ത് സ്പീഡ് കൂടും. സിസ്റ്റത്തിന്റെ ഗ്രോത്ത് സ്പീഡിന് അത് അനിവാര്യമാണ്. നിങ്ങൾ ചെറിയ ലാഭത്തിൽ വിൽക്കുമ്പോൾ വളരെ ചെറിയ സർവീസ് ചാർജ് നിങ്ങൾ കൊടുക്കുന്നുള്ളൂ. അതിൽ നിന്നും സിസ്റ്റത്തിൽ ലിക്വിഡിൽ പോകുന്ന എമൗണ്ട് വളരെ ചെറുതാണ്. സോ ഗ്രോത്ത് അവിടെ കുറയും. സോ ഗ്രോത്ത് കൂടണമെങ്കിൽ നിങ്ങൾ പരമാവധി ലാഭം എടുക്കണം. സാധാരണ സിസ്റ്റങ്ങളെല്ലാം പറയുന്നത് നിങ്ങൾ വിൽക്കല്ലേ എന്നാണെങ്കിൽ, നിങ്ങൾ ചെറിയ ലാഭം എടുക്കൂ എന്നാണെങ്കിൽ, ചതുറോഷ്യൻ പ്ലാറ്റ്ഫോം പറയുന്നു നിങ്ങൾക്ക് കിട്ടാവുന്ന പരമാവധി ലാഭമായ 30% എടുക്കൂ, എന്നിട്ട് വിഡ്രോ ചെയ്യൂ, എന്നിട്ട് സെല്ല് ചെയ്യൂ. പിന്നെ അവിടെ വച്ചുകൊണ്ടിരിക്കണ്ട. സിസ്റ്റത്തിന് പറയാമായിരുന്നു 30% കഴിഞ്ഞ് നിങ്ങൾ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തോളൂ, നിങ്ങൾ കാത്തിരുന്നോളൂ. 40 ആകും, 50 ആകും, 100 ആകും, 200 ആകും, 500 ആകും, 1000 ആകും, 10000 ആകും, ഒരു പ്രശ്നവുമില്ല, അതെല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ വേണമെങ്കിൽ സിസ്റ്റത്തിന് പറയാമായിരുന്നു. പക്ഷെ സിസ്റ്റം പറയുന്നില്ല. 30% അവിടെ എത്തിയാൽ നിങ്ങൾ സെല്ല് ചെയ്തേ പറ്റൂ. കാരണം ഇവിടെ ബയേഴ്സ് ഉണ്ട്, അവർക്ക് വാങ്ങാൻ യൂണിറ്റ് കിട്ടണം. ഒരു സെൽ ഓർഡർ, ഒരു ഐഡിയിൽ നിന്ന് ഒരെണ്ണം മാത്രമേ ഇനി ചെയ്യാൻ സാധിക്കൂ. നേരത്തെ നിങ്ങൾ ബൈ ചെയ്ത യൂണിറ്റുകളുടെ എണ്ണം ഒരു ദിവസം എത്ര പ്രാവശ്യം വേണം നമുക്ക് ബൈ ചെയ്യാമായിരുന്നു. ടോവയിൽ $100 വാങ്ങിയ ഒരാൾക്ക് $100 കൊണ്ട് 3 പ്രാവശ്യം മാർക്കറ്റ് പ്ലേസിൽ വാങ്ങാമായിരുന്നു. 4ാമത് വാങ്ങാൻ പറ്റില്ല. നേരത്തെ 4ാമതും വാങ്ങാമായിരുന്നു, പക്ഷെ ഇപ്പൊ പറ്റില്ല. 1:3 റേഷ്യോ ഷുഡ് മെയിൻറ്റെയിൻ. എല്ലാവരും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. ഒരു പ്രാവശ്യം ടോവയിൽ വാങ്ങിയ എമൗണ്ട് എത്രയാണോ അതിന്റെ 3 ഇരട്ടിക്ക് മാത്രമേ മാർക്കറ്റ് പ്ലേസിൽ വാങ്ങാൻ സാധിക്കൂ. അത് വാങ്ങിയാൽ മാത്രമേ വീണ്ടും ടോവയിൽ വരാൻ സാധിക്കൂ. വാങ്ങാതെ തിരിച്ചു വരാൻ പറ്റില്ല. ഈ ലോജിക്ക്, ഇത്തരത്തിലുള്ള 20ഓളം ലോജിക്കൽ ലോക്കുകൾ ഈ സിസ്റ്റത്തിൽ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ലോജിക്കൽ ലോക്കുകൾ എല്ലാം ഈ സിസ്റ്റത്തിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളാണ്. ഇത് മനസ്സിലാക്കിയാൽ, ഇതിന്റെ സാധ്യത തിരിച്ചറിഞ്ഞാൽ ഈ സംശയത്തിൽ പിന്നെ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ആളുകൾക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാം. ഇന്ന് രാവിലെ ഫോൺ ചെയ്തപ്പോ നിരവധി സുഹൃത്തുക്കൾ ചോദിച്ച ചോദ്യത്തോട് ഞാൻ പറഞ്ഞ ഒരേ ഒരു ഉത്തരം ഇതാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയം കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിന്റെ ബ്യൂട്ടിയെ ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ അയാൾ ഒരു ബയറായിട്ട് മാറും. അയാൾ $500 ബൈ ചെയ്തു. അത്തരത്തിൽ $500 കൊണ്ട് ബൈ ചെയ്യുന്ന ഒരു 100 പേരെ ഇന്ന് സൃഷ്ടിക്കപ്പെട്ടാൽ $50,000 ബൈ അവിടെ നടന്നു. അങ്ങനത്തെ ഒരു 10 ഗ്രൂപ്പ് ഇന്ന് ടെതറോഷൻ ഉണ്ടെങ്കിൽ $5 ലക്ഷം ബൈ അവിടെ നടന്നു. അതായത് 100 പേരുടെ ഒരു ടീം അതുണ്ടല്ലോ, പലർക്കും ഉണ്ടല്ലോ. ആ 100 പേരുടെ ടീം ഓരോരുത്തരും $500 ബൈ ചെയ്യിപ്പിക്കുന്ന രൂപത്തിൽ ശ്രമിക്കുമ്പോൾ $50,000 ബൈ പ്രോസസ് നടക്കും. അങ്ങനത്തെ ഒരു 10 ഗ്രൂപ്പ് ഈ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ $5 ലക്ഷം ബൈ പ്രോസസ് നടക്കും. എന്നാൽ ഇവിടെ ഉണ്ട് എന്തുണ്ട്? 100 പേരുടെ ഗ്രൂപ്പ് ഉണ്ട്. ഗ്ലോബൽ സെൽ ഓർഡർ മാത്രം വാച്ച് ചെയ്ത് നിൽക്കുന്ന ഗ്രൂപ്പ്.
അവരിങ്ങനെ ചോദിക്കുകയാണ്, സർ ഓർഡർ കാണുന്നുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ മൊബൈൽ ഫോണിന്റെ എക്സാമ്പിൾ ഒന്ന് കൂട്ടി വായിക്കണേ. നല്ല ബ്യൂട്ടിഫുൾ മൊബൈലാ, ആപ്പിൾ മൊബൈലിന്റെ ബ്യൂട്ടിഫുൾ ആയ മൊബൈലാ, അത് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. എന്നിട്ട് ചുറ്റും കൂടി ഇരുന്ന് നോക്കുകയാണ്. എന്താ നോക്കണേ? നല്ല മൊബൈലാ, സൂപ്പർ മൊബൈലാ, വിറ്റ പൈസ കിട്ടും, ആളുകൾ വാങ്ങുകയും ചെയ്യും, എല്ലാം സൂപ്പറാ. പക്ഷെ ഒരാൾക്കും വിൽക്കാൻ കൊടുക്കൂല. എന്താ കാരണം? ചുറ്റും കൂടി ഒന്ന് നോക്കുക മാത്രമേ ഉള്ളൂ. വാങ്ങാൻ പോകുന്ന ആൾക്കാരോട് പറയൂല. എന്ത് പറയൂല? നല്ലൊരു മൊബൈൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയൂല. പറഞ്ഞാൽ അവരെങ്ങ് വാങ്ങിപ്പോയാലോ? സുഹൃത്തുക്കളെ, നോക്കി നിൽക്കുന്നവരുടെ മാർക്കറ്റ് അല്ല ടെദ്രോഷ്യൻ. നോക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല ടോവ മാർക്കറ്റ് പ്ലേസ്. അങ്ങനെ നോക്കി നിൽക്കലാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അടുത്ത പ്രാവശ്യം പ്രോഫിറ്റ് കിട്ടുമ്പോൾ ദയവ് ചെയ്ത് വീണ്ടും ടോവ വാങ്ങാൻ ഈ മാർക്കറ്റ് പ്ലേസിലേക്ക് വരണ്ട കേട്ടോ. ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്, സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത്. കാരണം നിങ്ങൾ ടെൻഷൻ ഫ്രീ ആണ്. നിങ്ങൾക്ക് പിന്നെ ചോദ്യത്തിന് പ്രസക്തിയില്ല, ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് ആ ക്യൂ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ആ ക്യൂവിൽ അത്രയും ആളുകൾ കുറയുകയും ചെയ്യും. പുതിയ ആൾക്കാർക്ക് സുഖമായി ബിസിനസ് ചെയ്യാം. അവർ ഇത് ഏറ്റെടുത്ത് പ്രൊമോട്ട് ചെയ്യും, അവർ കമ്മീഷൻ വാങ്ങും. അവർ വാങ്ങിയ ടോവ എമൗണ്ടിന്റെ 3 മടങ്ങ് കമ്മീഷൻ വിഡ്രോ ചെയ്ത് ആ വാങ്ങുന്ന ആൾക്കാരൊക്കെ ടോവ മാർക്കറ്റ് പ്ലേസിൽ ഗെയിം ചെയ്ത് വീണ്ടും ലിമിറ്റ് കൂട്ടാൻ വേണ്ടി മാർക്കറ്റ് പ്ലേസിൽ വീണ്ടും ബൈ ചെയ്ത് ഈ പ്രോസസ് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എങ്കിൽ അവരെല്ലാം പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവർ ഇന്ന് നടക്കുന്നത് സൈക്കിൾ ആണെങ്കിൽ നാളെ ബൈക്കിൽ പോകുന്നതായിട്ടും, ബൈക്കിൽ പോകുന്നവർ കാറിൽ പോകുന്നതായിട്ടും, ആ കാറിൽ പോകുന്നവർ മെഴ്സീഡസ് ബെൻസ് ഉപയോഗിക്കുന്നതായിട്ടും, മെഴ്സീഡസ് ബെൻസിൽ പോകുന്നവർ വേറെ ലെവലിലേക്ക് ഉയരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നോക്കി കണ്ട് ഓരോ മിനിറ്റിലും ടോവയിൽ ബൈ സെൽ പ്രോസസ് നടക്കുന്നത് കണ്ട് നിങ്ങൾ തിരിച്ചു വന്നാൽ മതി സുഹൃത്തുക്കളെ. ഒരു സങ്കടവും ഇല്ല ഇവിടെ. 2 വർഷവും 3 വർഷവും നിങ്ങൾ അതിനുവേണ്ടി കാത്തിരുന്നോളൂ. ഈ മാർക്കറ്റ് പ്ലേസ് വാച്ച് ചെയ്തോളൂ, നഷ്ടമൊന്നുമില്ലല്ലോ. ഈ മാർക്കറ്റ് പ്ലേസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ ബിൽഡ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സോ USDT അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോളിഡ് ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെ ഏറ്റെടുക്കുക. The universe will discuss Buddha technology. That I am sure. Value up digital asset is a miracle formula. ഈ ഫോർമുല ലോകം ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഈ ഫോർമുല ആളുകൾ ഏറ്റെടുക്കും, ലോകം ഏറ്റെടുക്കും. ഏറ്റെടുക്കുന്ന ആളുകൾ നമ്മൾ ത്രൂ ആണെങ്കിൽ, അതിന്റെ റിയൽ ബെനിഫിഷ്യറീസ് നമ്മൾ തന്നെയായിരിക്കും. സുഹൃത്തുക്കളെ, മനസ്സിലാക്കാൻ, ഏറ്റെടുക്കാൻ, ഈ പ്ലാറ്റ്ഫോമിന്റെ ബ്യൂട്ടി തിരിച്ചറിയാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ പ്രസന്റേഷൻ ഈ ഭാഗം ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നു. ശിവദാസ് സാർ ലൈനിലുണ്ടോ? കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. ശിവദാസ് സാർ കണ്ടിന്യൂസ് ആയിട്ട് കുറെ ട്രാവലിംഗിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സോ നമുക്ക് ജസ്റ്റ് ഒരു ഓപ്പൺ ഡിസ്കഷൻ ആവശ്യമെങ്കിൽ നമുക്ക് നടത്താം. ഒരുപക്ഷെ പ്രോഗ്രാമിന്റെ ഭാഗങ്ങൾ കേട്ടപ്പോൾ പലർക്കും മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഏതെങ്കിലും തരത്തില് ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സമയത്തിലേക്ക് ഈ സൂം സെക്ഷൻ ഞാൻ മാറ്റിവെക്കുന്നു. സോ ചോദ്യങ്ങളുണ്ടെങ്കിൽ, ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. ഞാൻ മൈക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ഓപ്പൺ ആക്കി തരുന്നുണ്ടാകും. യെസ്, ഫൈസൽ, മൈക്ക് അൺമ്യൂട്ട് ചെയ്തോളൂ. ഫൈസൽ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ ആദ്യം. എന്റെ പേര് ഫൈസൽ, ഞാൻ മലപ്പുറത്താണ്. ശരി. ഞാൻ ഇപ്പൊ പുതിയതായിട്ടാണ് ഇതിൽ ചേർന്നത്. പക്ഷെ ചേർന്ന് നോക്കുമ്പോൾ നല്ല ക്രിട്ടിക്കൽ കണ്ടീഷൻസിലാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കണമെന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. കാരണം എന്താണ് ക്രിട്ടിക്കൽ? ഇതിപ്പോ എന്താന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞ പോലെ അല്ല ഇപ്പൊ ഇതൊക്കെ നടന്നു പോണത്. പക്ഷെ ഞാൻ ഈ മീറ്റിങ്ങിലൊക്കെ എല്ലാ 15 ദിവസം കൂടും 15 ദിവസം ലോക്കിംഗ് പീരീഡ് ഉണ്ട്. ആ ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പ്രോഫിറ്റ് 2 ദിവസം മാക്സിമം അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടും. അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. അവിടെ മാത്രം ക്ലാരിഫിക്കേഷൻ. 14 ദിവസം ലോക്കിംഗ് പീരീഡ് കറക്റ്റ് ആണ്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടും. നിങ്ങൾക്ക് ഒരു എൻഡ് ഡേറ്റും ടൈമും നിങ്ങളുടെ സൈറ്റിൽ തന്നെ കാണിക്കുന്നുണ്ട്. ആ ടൈം കഴിഞ്ഞ് 7 മണിക്കൂർ കഴിഞ്ഞാൽ സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സെൽ ഓർഡർ പ്ലേസ് ആകും. സെൽ ഓർഡർ പ്ലേസ് ആകുന്നത് ഒരു മാർക്കറ്റ് പ്ലേസിലാണ്. അവിടെ ഒരു ബയർ വന്ന യൂണിറ്റ് വാങ്ങുന്ന സമയം വരെ നിങ്ങൾക്ക് കാത്തിരുന്നേ പറ്റും. ഓക്കെ.
ഓക്കെ, അത് അല്ലാതെ കഴിഞ്ഞു. ഒരു സംഗതി അതല്ല, കൂടി ഇല്ല. ഓക്കെ, അത് പ്രശ്നമല്ല. കാരണം ചില കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ഒത്തു പോകണമല്ലോ. ഇപ്പം ഉറപ്പായിട്ടും. ഞാൻ വീണ്ടും ഇതിൻ്റെ അപ്ഡേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും സെൽ ഓർഡർ ഇട്ടു. ഓക്കെ. ഞാനിതിപ്പോൾ വീട്ടിൽ വന്ന് നോക്കിയപ്പം അതും ക്യാൻസലായി കിടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കാരണം വീണ്ടും രണ്ടാമതൊരു ഇന്നലെ ഒരു അപ്ഡേഷൻ നടത്തി കഴിഞ്ഞപ്പോ 11 മണി മുതൽ 3 മണി വരെ സമയത്ത് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞെങ്കിലും ഒത്തിരി ആളുകൾ ആ സമയത്തും സെൽ ഓർഡർ പ്ലേസ് ചെയ്തു വീണ്ടും. അതെ. അത് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ പല എറേഴ്സിനും റീസൺ ആണെന്ന് സോഫ്റ്റ്വെയർ ടീമിന് മനസ്സിലായപ്പോൾ വീണ്ടും അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഭാവിക്ക് വേണ്ടിയിട്ടാണ് അപ്ഡേഷൻ ചെയ്തത്. അതെ. അപ്പൊ ആ ഭാവി വീണ്ടും അവതാളത്തിലാകുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. അതെ, കറക്റ്റാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? അത് ചെയ്തേ ചെയ്തത്. പറ്റൂ. അവര് അത് ഐഡന്റിഫൈ ചെയ്തു. അവർ വീണ്ടും ഇന്ന് വൈകിട്ട് ഒരു 2 മണിക്കൂർ സമയം ആവശ്യപ്പെട്ടു. ഏതാണ്ട് 6:30 മുതൽ 7:45 വരെയുള്ള സമയത്തിൽ അത് അവർ കംപ്ലീറ്റ് ചെയ്തു. സോഫ്റ്റ്വെയർ ടീം ബ്രില്യന്റ് ആണ്. അവർ അതെ. മാക്സിമം സമയം ചോദിച്ചാലും മിനിമം സമയത്ത് അവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ചെയ്തപ്പോൾ വീണ്ടും നമുക്ക് ഒന്നും കൂടി സെൽഫ് പ്രൈസ് ചെയ്യേണ്ടി വന്നു മാത്രമേ ഉള്ളൂ. ക്യൂവില് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കൊക്കെ വലിയ സങ്കടമുണ്ട്. കാരണം 20-ാം തീയതി ഒക്കെ ഇട്ട ഒരുപാട് ഓർഡറുകൾ എനിക്ക് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ എനിക്ക് 21-ാം തീയതി മെച്യൂർ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ 30-ാം തീയതി 9 ദിവസം നോ പ്രോബ്ലം ആയിരുന്നു. എന്താ ചില ബിഗിനിങ് ആണ്. കാര്യങ്ങളൊക്കെ നമ്മളെ ബിഗിനിങ്ങിൽ അത്തരം ചില മാറ്റങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് ഫീൽ ചെയ്തേ പറ്റൂ. വേറെ ഓപ്ഷൻ ഇല്ല. മുന്നോട്ട് നാളെ പോയാൽ മതി. ഏറ്റവും മിനിറ്റുകൾക്കുള്ളിൽ സെല് ചെയ്ത് പോണ സമയത്ത് നമ്മൾ സംസാരിക്കും. എന്താ, ഞാനൊക്കെ വന്ന സമയത്ത് അങ്ങനെയായിരുന്നു. കാരണം കറക്റ്റ് മെച്യൂരിറ്റി ഡേറ്റ് കഴിച്ച് നമ്മൾ സെൽ ഓർഡർ ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ഒരു അപ്ഡേഷൻ വന്ന് ക്യാൻസൽ ആയി പോയി. പിന്നെയും ഓർഡർ ഇട്ട് വീണ്ടും ഒന്ന് ക്യാൻസൽ ആയി പോയി. പക്ഷെ ഇതൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊക്കെ എന്താണ്, സിമ്പിൾ ആണ്. നിങ്ങൾ സെല് ചെയ്ത അപ്പൊ തന്നെ പോവല്ലേ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാനും ഫൈസലും സംസാരിക്കും. ഏതായാലും ഞങ്ങളൊക്കെ നല്ല പ്രതീക്ഷയിലാണ്. ഏതായാലും വിജയിക്കട്ടെ. തീർച്ചയായും. കാരണം ഈ പ്ലാറ്റ്ഫോം സംതിങ് ഡിഫറെന്റ് ആണ്. ഒരുപക്ഷെ ഞാനോ ഫൈസലോ ഒക്കെ പല പ്ലാറ്റ്ഫോമിലും പോയപ്പോ ഇത്തരം അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാണ്. അതെ, പേടിയാണ്. ശരിയല്ലേ? കാരണം അപ്ഡേഷൻ വരുന്നതോടുകൂടി തീർന്ന അതെ, സബ്ജക്ട് അതോട് അത് സ്റ്റോപ്പ് ആകാനുള്ളൊരു സിഗ്നലാണ്. പക്ഷെ ഇവിടെ അത് നടക്കില്ല. കാരണം ഒരു വർഷത്തെ അധ്വാനത്തിൽ ഉണ്ടാക്കിയ ഒരു കമ്മ്യൂണിറ്റി സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അവരുടെ കയ്യിൽ കുറേയേറെ യൂണിറ്റ്സ് ഉണ്ട്. ഈ സിസ്റ്റത്തിൽ അവർ സെല് ചെയ്താൽ പോലും മൂവ്മെന്റ് സ്റ്റാർട്ട് ആവുന്നുള്ളതാണ്. അവർക്ക് സെല് ചെയ്യാൻ ഒരു ബയറിന് ആവശ്യമില്ല. ഓക്കെ, ഇന്നും പോസിബിൾ ആണ് കേട്ടോ. ഫൈസലിന് ഇന്നും ടെതറോഷൻ എന്ന പ്ലാറ്റ്ഫോമിൽ ബൈ ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കാം. ഒരു $1000 കൊണ്ട് ടെതറോഷൻ, നിങ്ങൾ $20 ആകെ ടെതറോഷൻ ചെയ്തിട്ടുള്ളൂ, ശരിയല്ലേ? അതെ, കറക്റ്റ്. ഒരു $1000 കൊണ്ട് ടെതറോഷൻ നിങ്ങൾ വാങ്ങി എന്ന് വിചാരിക്കാം. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറയാണ്. ഇത് ഫൈസലിന് മാത്രമല്ല, ഈ മീറ്റിംഗുള്ള ബാക്കി 457 പേർക്കും ബാധകമാണ്. നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് $350 യൂണിറ്റ്സ് കിട്ടും. ഓക്കെ, ഫൈസൽ എന്നാ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തേ? ഞാന് കഴിഞ്ഞ 14-ാം തീയതി തോന്നുന്നു. ഓക്കെ, 14-ാം തീയതി $20 രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു $7 യൂണിറ്റ് കിട്ടിയിരുന്നു. 14 സോറി 21 14 കുറച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6-ാം തീയതി അങ്ങനെ. ഓക്കെ, 6-ാം തീയതി $20 രജിസ്റ്റർ ചെയ്തല്ലേ? അതെ, അന്നൊരു $7 യൂണിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, കറക്റ്റ്. അതിന് എത്രയായി മാറി? അത് ഞാൻ നോക്കിയിട്ടില്ല. $12 മേലെയാണ് തോന്നുന്നുണ്ട്. 7-12 ആയിപ്പോ അല്ലെ? അതെ, ചെറിയ സമയം കൊണ്ട്. ഒരു 3 മാസം കൊണ്ട് അത് $40 എത്തും. അപ്പൊ $1000 കൊണ്ട് വാങ്ങുമ്പോ നിങ്ങൾക്ക് $350 കോയിൻ കിട്ടിയാൽ 3 മാസം കൊണ്ട് എത്ര എത്തും? $2000 എത്തും. മുടക്കിയ പൈസ ഡയറക്റ്റ് ചെയ്യാനർത്ഥം. നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ വിറ്റാൽ അപ്പൊ തന്നെ $1800 സിസ്റ്റം തരും. കാരണം ആ കോയിൻ സിസ്റ്റം തിരിച്ചത് ബേൺ ചെയ്യും, ലിക്വിഡിറ്റി നിന്ന് പേയ്മെന്റ് തരും. ഇത്രയും പവർഫുൾ സാധനം ബാക്കപ്പിൽ വേറെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിന് അൽഗോരിതം പറയുന്ന ആളാ. എന്താ കാരണം അറിയോ? എല്ലാ സിസ്റ്റവും, മാർക്കറ്റിലുള്ള എല്ലാ സിസ്റ്റവും തുടക്കത്തിൽ ഇഷ്ടം പോലെ പൈസയുള്ള സിസ്റ്റങ്ങളാണ്. പക്ഷെ പിന്നീട് പോകെ പൈസ ഇല്ലാതെ പൂട്ടിപ്പോകുന്ന അവസ്ഥയാണ്. ടെതറോഷൻ 0 ലിക്വിഡിറ്റി തുടങ്ങിയ സിസ്റ്റമാണ്. ഇന്ന് $5,56,000 ലിക്വിഡിറ്റിയിൽ വന്നത് ഈ സിസ്റ്റത്തിന്റെ ആ അൽഗോരിതത്തിന്റെ പവറാ. അത് ഈ സിസ്റ്റത്തെ ഒരിക്കലും ഒരു നാശത്തിലേക്ക് നയിക്കില്ല എന്ന സത്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. ഈ ഡിലേ ഒന്നും ഒരു ഡിലേ അല്ല. ഏതായാലും വളരെ ഭാഗ്യവാനാണ് ഫൈസൽ. കാരണം ഈ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് വന്നിട്ടുണ്ട്. തീർച്ചയായും വലിയ വിജയം നമുക്ക് ഉണ്ടാകും. താങ്ക് യു ഫൈസൽ. ഓക്കെ, യെസ്, അജിൻ മൈക്ക് ഓപ്പൺ ചെയ്തോളൂ. സാർ കേൾക്കാമോ? കേൾക്കാം. ഹലോ, ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ അജിൻ.
എൻ്റെ പേര് അജിൻ എന്നാണ്. ഞാൻ എറണാകുളത്ത് നിന്നാണ്. എറണാകുളം എവിടെ? എറണാകുളം വരാപ്പുഴ എന്ന സ്ഥലത്താണ്. വരാപ്പുഴ. ഓക്കെ. ഞാൻ പെരുമ്പാവൂരാണ് എന്റെ ആ സ്ഥലം. ഓ, പെരുമ്പാവൂർ എവിടെ സാറ്? പെരുമ്പാവൂർ തന്നെ, ടൗൺ എനിക്കറിയാവുന്ന തന്നെ. സ്ഥലം ടൗണിലാണല്ലോ. ഓക്കെ. ഉം. അപ്പൊ എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാലേ, അപ്പൊ 2 പ്രാവശ്യം സെൽ ഓർഡർ ഇട്ടത് ക്യാൻസൽ ആയായിരുന്നു. ഉം. അപ്പൊ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സിസ്റ്റത്തിനെ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉം. തന്നെ സെൽ ഓർഡറും സിസ്റ്റത്തിന് തന്നെ ജനറേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിലല്ലേ കറക്റ്റ് ആ ക്യൂ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ടാക്കാൻ പറ്റില്ലേ? ഒന്നുകൂടെ പറഞ്ഞേ, അജിൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ക്ലാരിഫൈ പറഞ്ഞേ. അതായത് ഇപ്പൊ ഉം. ആദ്യം ഇപ്പൊ പലർക്കും ഇപ്പൊ ടെതറോഷ്യനിൽ കയറാനും ലോഗിൻ ചെയ്യാനൊക്കെ സമയം കിട്ടുന്നില്ല. അപ്പൊ അത് നമ്മുടെ മെച്യൂരിറ്റി ആവുന്ന സമയത്ത് സിസ്റ്റം തന്നെ സെൽ ഓർഡർ ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഇത് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെയാണെങ്കിൽ അല്ല, കറക്റ്റ് ആ ക്യൂ അതിന് ഫോളോ ചെയ്യാൻ പറ്റില്ലേ? അതുണ്ട്. പക്ഷെ അതിനുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അത് ലോജിക്കലായിട്ടുള്ളൊരു എറർ ഉണ്ട്. സിസ്റ്റത്തിന്റെ ബിഗിനിങ് സ്റ്റേജിലുള്ള ഡിസ്കഷനിൽ ഇത്തരമൊരു സാഹചര്യത്തെ കുറിച്ചൊക്കെ ആലോചിച്ചതായിരുന്നു. കാരണം പലപ്പോഴും മാർക്കറ്റിംഗിന്റെ സ്ട്രോങ് പ്ലാറ്റ്ഫോം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളെന്ന രൂപത്തിൽ ഇതിന്റെ സ്മാർട്ട് മാസ്റ്റർ ബ്രെയിൻസ് ചില കാര്യങ്ങൾ ഞാനുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്, ഈ മാർക്കറ്റ് പ്ലേസിന്റെ കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ആ ഓ ഡിസ്കഷനിലെല്ലാം ഇത്തരം ചില സാധ്യതയെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ അതിന് ഒരുപാട് പോരായ്മകളുണ്ട്. അത് എല്ലാം പറഞ്ഞു തരണമെങ്കിൽ കുറെ സമയം എടുക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. ആ ഓട്ടോ സെല്ലിംഗ് എന്ന പ്രോസസ്സ് സിസ്റ്റത്തിൽ വയ്ക്കാനുള്ള പരിമിതികൾ ഈ സിസ്റ്റത്തിന് ഉണ്ട് ശരിക്കും. അതിൽ കുറച്ച് അപകടങ്ങളും ഉണ്ട്. ഓ അങ്ങനെ. ഉണ്ട്. ഓക്കെ. അത് മാനുവലായിട്ട് തന്നെ സെല്ല് ചെയ്യേണ്ടതാണ്. കാരണം സിസ്റ്റത്തിൽ ഒരു ബേണിംഗ് പ്രോസസ് ഉണ്ട്. നമുക്ക് എക്സ്ട്രാ വരുന്ന ഗ്രോത്ത് അത്രയും യൂണിറ്റ് ബേൺ ചെയ്ത് പോവാണ് സിസ്റ്റത്തിൽ. നമുക്കറിയാം ഏതൊരു സിസ്റ്റവും സപ്ലൈ ലിമിറ്റ് ചെയ്താൽ മാത്രമേ ഡിമാൻഡ് മാക്സിമൈസ് ചെയ്യപ്പെടുള്ളൂ, ശരിയല്ലേ? ഓക്കെ. അപ്പൊ ആ ബേണിംഗ് പ്രോസസ്സ് വരണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വേണം. ഓക്കെ. ഓക്കെ. അതായത് താങ്ക് ഇപ്പൊ യു. പലർക്കും ഇങ്ങനെ കയറാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളത്. അപ്പൊ അല്ല, ആദ്യം ഇത് അത് സെൽ ഓർഡർ ബേസ് നമ്മുടെ കൂടെ വരുന്ന ഓരോ ആൾക്കാർക്കും ഇത് മനസ്സിലാക്കി കൊടുക്കണം. ഇത് ഞാൻ ഇന്നലെ വൈകിട്ട്, ഇന്നലെ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്താണ് ഞാൻ അത് കംപ്ലീറ്റ് ആവുന്നത്. ഒരു ഫാമിലിയിൽ ഒരു ഫാദറും ഒരു മകളും രണ്ടുപേരും രജിസ്റ്റർ ചെയ്തു. $1100 കൊണ്ട് ടോവയിൽ പർച്ചേസ് ചെയ്തു. $3300 കൊണ്ട് മാർക്കറ്റ് പ്ലേസിന് പർച്ചേസ് ചെയ്തു. അവർക്ക് ഞാൻ കൊടുത്ത മെസ്സേജ്, ഒരു മാസത്തിൽ 30% എക്സ്പെക്ട് ചെയ്യാം ലാഭം. മാസത്തിൽ 30%. ഇവിടെ 14 ദിവസം കഴിയുമ്പോൾ 30% ഗ്രോത്ത് കിട്ടും, അത് സത്യമാണ്. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞില്ല, 14 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് സെല്ല് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സെല്ല് സ്റ്റാർട്ട് ചെയ്താൽ ഒരു 10-15 ദിവസം കൊണ്ടാണ് സെല്ല് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, അപ്പൊ ഞങ്ങൾ സെല്ല് ചെയ്യണമല്ലേ? തീർച്ചയായും വേണം, തീർച്ചയായും ചെയ്യണം. കാരണം ഇവിടെ വാങ്ങലും വിൽക്കലും വേണം. അപ്പൊ ഫാദർ ചോദിച്ചു, ഞാൻ വിൽക്കാതിരുന്ന എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞു, വിൽക്കാതിരുന്ന പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, നിങ്ങളുടെ യൂണിറ്റിന് ഇങ്ങനെ ഗ്രോത്ത് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ എന്നാണോ നിങ്ങൾ വിൽക്കുന്നത് അപ്പോഴും 30% എടുക്കാൻ പറ്റുള്ളൂ. അത് നഷ്ടമല്ലേ? അതേ, നഷ്ടമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റ് വാച്ച് ചെയ്യണം. വാച്ച് ചെയ്ത് 30% തരുമ്പോൾ നിങ്ങൾ സെല്ല് ചെയ്യുകയും ചെയ്യണം. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി, അവർ ചെയ്യാൻ തയ്യാറായി. പക്ഷെ മാർക്കറ്റിൽ നമ്മൾ സംസാരിക്കുന്ന പോയിന്റ് കൃത്യമായിട്ട് കൊടുത്താൽ വരുന്ന എല്ലാവരും അതിന് തയ്യാറാകും. ഇനി ഒരല്പം പ്രായം ചെന്ന ഒരാളാണ്, ഇതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, നമ്മൾ നമ്മുടെ സപ്പോർട്ട് കൊടുത്താൽ മതി. അവരോട് പറയണം, ഞാൻ വരാം, ആ സമയത്ത് എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ പലർക്കും ഇപ്പോൾ എനിക്ക് പരിചയത്തിലുള്ള ഇക്കയുണ്ട്, ഇക്കെന്ന മീറ്റിംഗിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇക്കടുത്ത് ഞാൻ പറയും, ഇക്കൊക്കെ മൊബൈൽ ഉപയോഗിക്കാൻ നമ്മുടെ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ടഫാണ്. ഞാൻ പറയും, ഏതെങ്കിലും ഒരു പയ്യന്മാർ ഇക്കടുത്ത് എത്തുമ്പോൾ അവരെ കൊണ്ടൊന്ന് വിളിപ്പിക്കുക, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാം, അവരത് ചെയ്തോളൂ. വളരെ കൃത്യമായിട്ട് അദ്ദേഹം ബൈ ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് അദ്ദേഹം സെല് ചെയ്യുന്നുണ്ട്. $100 തുടങ്ങിയിട്ട് ഏതാണ്ട് 500 ചില്ലൻ ഡോളറിലേക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ട്രേഡ് നിൽക്കുകയാണ് ഇപ്പോൾ. എന്തുകൊണ്ടാ? ചെയ്യാൻ തയ്യാറുള്ള ഒരു മനസ്സുള്ള ആളുകളെ സൃഷ്ടിക്കുന്നതിൽ നമ്മൾ ഫോക്കസ്ഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ആളുകളെ മടിയന്മാരാക്കി വെക്കാം, ആക്റ്റീവാക്കി മാറ്റാം. ആക്റ്റീവാക്കി മാറ്റുക എന്നുള്ളതാണ് ടെതറോഷൻ പ്ലാറ്റ്ഫോമിന് ആവശ്യം. ഞാൻ അതിൽ ഫോക്കസ്ഡ് ആണ്. അതുകൊണ്ട് എന്റെ കൂടെ വരുന്ന എല്ലാവരും ഞാൻ ആക്റ്റീവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അതിന് ശ്രമിച്ചാൽ മതി. ഓക്കെ. താങ്ക് യു അച്ഛൻ. ഓക്കെ, താങ്ക് യു. യെസ്, ബിനോയ് കുവൈറ്റ്. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. അപ്പം ഞാൻ ടെതറോഷനിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 1 മാസം ആവുന്നുള്ളൂ. ഞാൻ നേരത്തെ തന്നെ പല പ്രാവശ്യം പലരോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കാത്തിരുന്ന ഒരു പ്രൊജക്റ്റ്, അതായത് നമ്മൾ മനസ്സിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഒരു ആശയം
അതാണ് ടെതറോഷനിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്നുള്ളത് വെരി ഗുഡ്, ആണ് ഈ പ്രൊജക്ടിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം. വെരി ഗുഡ്, വെരി ഗുഡ്. കഴിഞ്ഞ ഒരു 2 ആഴ്ച കൊണ്ട് ചില ചെറിയ ചെറിയ ടെക്നിക്കൽ എറർ, അതുപോലെ തന്നെ ചിലരുടെ മാനിപ്പുലേഷൻ കാരണം വന്നിരിക്കുന്ന ഒരു ഡിലേ, അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യും. കാരണം നമ്മൾ ഏകദേശം 10,000-8,000 ആളുകളുടെ ഒരു ടീമാണ്. അത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഓവർകം ചെയ്ത് പോകാനുള്ളതേ ഉള്ളൂ. അതിനൊന്നും പ്രശ്നമില്ല. Yes. ഞാനിപ്പോ പ്രത്യേകിച്ച് ഞാൻ ഒരു ഹാൻഡ് റൈസ് ചെയ്തത് എനിക്കൊരു ടെക്നിക്കൽ എറർ ഇതിനകത്തൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാനാണ്. ഞാൻ ഓൾറെഡി സപ്പോർട്ടിൽ Yes. അത് അയച്ചിരുന്നു. ശരി, ഞാൻ കഴിഞ്ഞ 19th ഒരു സെൽ ഓർഡർ കൊടുത്തു. ആ ശരി. സെൽ ഓർഡർ ആക്ച്വലി അതിന്റെ 1.3x വരേണ്ടത് അറൌണ്ട് $114 ആണ് വരേണ്ടത്. $114 വന്നാൽ മതി. ഞാൻ സെൽ ഓർഡർ കൊടുത്തു, അത് സെൽ എക്സിക്യൂട്ട് ചെയ്തു. പക്ഷെ സെൽ എക്സിക്യൂട്ട് ചെയ്ത് എന്റെ ക്ലെയിമിൽ വന്നത് $130 ആണ്. ശരി, 114 അതിന്റെ അകത്ത് 1.3x വരേണ്ടത്. വരേണ്ടത്. അവിടെ ഓർഡർ ബുക്കിലൊക്കെ നമുക്ക് 114 തന്നെ കാണിക്കുന്നു. പക്ഷെ അത് ക്ലെയിം ചെയ്യുന്ന ആ ഒരു സെക്ഷനിൽ നമ്മൾ മാർക്കറ്റ് സെല്ലിൽ പോയിട്ട് നമ്മൾ ക്ലെയിം ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ 130 കാണുന്നു. ആ 130 വന്നത് കൊണ്ട് അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുമില്ല. ശരി, കാരണം അത് 114 വരേണ്ടടുത്ത് എന്തുകൊണ്ട് 130 വന്നെന്ന് എനിക്കറിയില്ല. ഞാനത് സപ്പോർട്ടിലൊക്കെ അതിന്റെ മെസ്സേജ് അയച്ചിരുന്നു. പക്ഷെ അത് ഇതുവരെ അത് ക്ലാരിഫൈ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ടെക്നിക്കൽ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നതുകൊണ്ടായിരിക്കാം ഡിലേ ആയിരിക്കുന്നത്. പക്ഷെ അത് വേറെ ആർക്കെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടോ, അതിനെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് തരാൻ പറ്റുമോ? തീർച്ചയായും. അത് വന്നത് എന്തുകൊണ്ടാണെന്ന് ആദ്യം പറയാം. നിങ്ങൾ സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്തുള്ള പ്രൈസും ആ സെല്ല് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രൈസും തമ്മിൽ വലിയൊരു മാറ്റം ഉണ്ടായിരുന്നു. നിങ്ങൾ സെല്ല് ചെയ്യാൻ കൊടുക്കുന്നത് എത്ര ടോവയാണോ ആ ടോവ ബൈ ചെയ്യുന്ന ദിവസത്തെ പ്രൈസിൽ ബൈ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഈ 114 സ്ഥാനത്ത് 130 വരുന്ന സാഹചര്യം ഉള്ളത്. ഇത് സോഫ്റ്റ്വെയറിൽ ഒരു ഗ്ലിച്ച് ആയിരുന്നു. ഈ അപ്ഡേഷനിൽ ആ ഗ്ലിച്ചും സോൾവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇനി ഒരിക്കലും അത്തരമൊരു പ്രോസസ്സ് വരില്ല. കറക്റ്റ് സെല്ല് ചെയ്യുന്ന എമൗണ്ട് $100 ആണെങ്കിൽ ആ $100 തുല്യമായിട്ടുള്ള ടോവ മാത്രമേ ബയേഴ്സിന് കിട്ടൂ. എക്സ്ട്രാ ടോവ അവിടെ പോകില്ല. ആ രൂപത്തിലേക്ക് സിസ്റ്റത്തിൽ ഓൾറെഡി ചേഞ്ച് വന്നു കഴിഞ്ഞു. ലാസ്റ്റ് അപ്ഡേഷനിൽ അത് നടന്നു കഴിഞ്ഞു ഓൾറെഡി. ഇനി അത്തരം ഒരു ഫ്യൂച്ചർ ആസ്പെക്ട്സ് വരില്ല. ആ ഗ്ലിച്ച് റിയലൈസ് കണ്ടുപിടിച്ചു, അത് ഫോക്കസ് ചെയ്തു. ഇനി ബിനോയുടെ അക്കൗണ്ടിലുള്ള ഇഷ്യൂ ഇപ്പൊ ഈ അപ്ഡേഷൻ എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. കൃത്യമായിട്ട് എന്ത് ചെയ്യും, അതിന് സൊല്യൂഷൻ കിട്ടുകയും ചെയ്യും. 1-2 പേർക്ക് ഇതേ ഇഷ്യൂ വന്നിട്ടുണ്ട്. എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. എന്റെ അക്കൗണ്ടിൽ പിന്നീട് സംഭവിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് പേയ്മെന്റ് എക്സ്ട്രാ കിട്ടി. ക്ലെയിം ചെയ്ത് പേയ്മെന്റ് എക്സ്ട്രാ കിട്ടിയിരുന്നു. പക്ഷെ വേറൊരു ടൈമിൽ ഞാൻ ക്ലെയിം ചെയ്യുന്ന സമയത്ത് സെൽ ക്ലെയിം റീച്ച് എന്നൊരു മെസ്സേജ് വന്നിട്ട് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയുമില്ല. അപ്പൊ ഞാൻ അഡ്മിനായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ സോഫ്റ്റ്വെയർ ടീമിലേക്ക് അത് കൊടുക്കുകയും അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് എന്റെ അക്കൗണ്ടിൽ ഓൾറെഡി എനിക്ക് കിട്ടേണ്ട എമൗണ്ട് കിട്ടിക്കഴിഞ്ഞു, അതുകൊണ്ടാണ് സെൽ ക്ലെയിം റീച്ച് എന്ന മെസ്സേജ് വന്നതെന്ന് പറഞ്ഞു. ഞാൻ എന്റെ ടോട്ടൽ അക്കൗണ്ട് എടുത്ത് ചെക്ക് ചെയ്തു, എത്ര ബൈ ചെയ്തിട്ടുണ്ട്, അതിൽ എത്ര ഗ്രോത്ത് വന്നിട്ടുണ്ടായിരുന്നു, അതിനെ എത്ര സെല് ചെയ്തു, സെല് ചെയ്തപ്പോൾ 3% സർവീസ് ചാർജും കഴിഞ്ഞ് എനിക്ക് എത്ര എമൗണ്ട് കിട്ടണം, അതെന്റെ വാലറ്റിൽ വന്നിട്ടുണ്ടോ, ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കൃത്യമായി വന്നിട്ടുണ്ട്. സോ അവിടെ ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ഓപ്ഷൻസ് അതെനിക്ക് അർഹതപ്പെട്ടതല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇത് കൃത്യമാണ്. ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിൽ കൃത്യമായ ഒരു ഡാറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സൂമിൽ ഞാൻ സംസാരിച്ചതുപോലെ ഒരാൾക്ക് $1 ഈ സിസ്റ്റത്തിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ അത് 100% കിട്ടിയിരിക്കും. ഏതെങ്കിലും തരത്തിൽ $1 എക്സ്ട്രാ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ സിസ്റ്റത്തിൽ നിന്ന് തിരിച്ചു പിടിച്ചിട്ടും ഉണ്ടാകും. ഒരു സംശയവും വേണ്ട, സിസ്റ്റം പക്ക ജെനുവിൻ സിസ്റ്റം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇപ്പൊ നമുക്ക് പെൻഡിങ് ഉള്ളത് ഈ ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞായിരിക്കും അത് നമുക്ക് റീസെറ്റ് ചെയ്ത് റെഡിയാക്കി വരുന്നത്. തീർച്ചയായും ഒന്നുകൂടെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തു ആവശ്യം കേട്ടോ, ഒന്ന് റിമൈൻഡ് ചെയ്താൽ മതി. ഓക്കെ താങ്ക് യു സർ. താങ്ക് യു വിനോദ്. യെസ് ഷമീർ. യെസ് ഷമീർ സംസാരിച്ചോളൂ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഇതിലിപ്പോ 2 പ്രാവശ്യം സെല്ല് ഓർഡർ കൊടുത്തു, ക്യൂവിന്റെ അടുത്തെത്തിയിട്ട് സംഭവം ഇതേപോലെ മിസ്സായി പോയി. അപ്പൊ ഇനിയും ഫ്യൂച്ചർ ഫർദർ ആയിട്ട് ഇനി അങ്ങനെ ഈ ടെക്നിക്കലി ഇങ്ങനെ മീൻസ് ഇത് എന്തെങ്കിലും അപ്ഡേഷൻ പ്രകാരം ഇനിയും ഇതേപോലെ ക്യാൻസലേഷൻ വരാൻ ചാൻസ് ഉണ്ടോ എന്നാണ് ചോദ്യം. അതെ മീറ്റിംഗിന് തുടക്കം മുതൽ ഉണ്ടായിരുന്നോ അതോ ഇപ്പൊ ഇടയ്ക്ക് കയറിയുള്ളൂ? ഇല്ല, ഞാൻ തുടക്കം ടെതറോഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ ഈ അടുത്ത ഞാനിപ്പോ ഈ മീറ്റിംഗിന്റെ നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിന്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്നോ?
ഉണ്ടായിരുന്നു. ഞാൻ അതിൽ പറഞ്ഞിരുന്നു ഉം. 2 പ്രാവശ്യം വരാൻ കാരണം ഇന്നലത്തെ അപ്ഡേഷൻ സമയത്ത് 11 മണി മുതൽ 3 മണി വരെയും അപ്ഡേഷൻ ആണ്. ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി 11:10-നും 11:15-നും 11:07-നൊക്കെ സെൽ ഓർഡർ പ്ലേസ് ചെയ്തു. ഓക്കെ, ഓക്കെ. ചെയ്യരുത് എന്ന മെസ്സേജ് കൊടുത്തിട്ട് നമ്മൾ ചെയ്തു. നമ്മളെ കുഴപ്പമാണ്. ഓക്കെ, സോഫ്റ്റ്വെയർ ടീം അത് വാച്ച് ചെയ്ത് നോക്കിയപ്പോ അവിടെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്തുള്ള സെൽ ഓർഡറിൽ നാളെ ഒരുപക്ഷെ എറേഴ്സിന് ചാൻസ് ഉണ്ട്, അത് സിസ്റ്റത്തിന് ദോഷമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ വീണ്ടും അപ്ഡേഷൻ എടുത്ത് അത് ക്യാൻസൽ ചെയ്യാതെ ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ സിസ്റ്റം മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ എറേഴ്സ് സംഭവിച്ചേക്കാം. അതിനെ മുൻനിർത്തിയാണ് രണ്ടാമത്തെ അപ്ഡേഷൻ വന്നതും വീണ്ടും വന്നത്. ഇനി അത് വരില്ല. ഓക്കെ. പിന്നെ സാർ നമ്മളിപ്പോ ഈ സിസ്റ്റത്തില് ഈ ഓരോ സമയവും സെൽ ഓർഡർ വരുമ്പോൾ നമ്മുടെ ഈ ടോട്ടൽ ഓർഡറിൽ ഇങ്ങനെ കൂടി വരെയല്ലേ? ഇപ്പൊ നമ്മൾ ഇതിനു മുമ്പ് നടത്തിയ സെൽ ഓർഡേഴ്സിന്റെ ആയാലും ഓരോന്നിലും ഇപ്പൊ നമ്മുടെ ഓർഡേഴ്സ് ഉണ്ടല്ലോ, ബൈ ആണെങ്കിലും സെല്ല് നടന്നാലും ഇപ്പൊ നമ്മുടെ ടോട്ടൽ ഓർഡേഴ്സിൽ എണ്ണം കൂടി വരെയല്ലേ? ഓക്കെ, അപ്പം ഇപ്പൊ നമ്മുടെ ഈ സിസ്റ്റത്തില് ഇത് ക്യാൻസൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തല്ലോ, അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഓർഡേഴ്സിന്റെ നമ്പർ കുറയണ്ടല്ലേ? ഓൾറെഡി കുറഞ്ഞിട്ടുണ്ടല്ലോ. 5900 ആയിരുന്നു ലാസ്റ്റ്. അല്ല, ആ ഓർഡേഴ്സ് അല്ല, ടോട്ടൽ ഓർഡേഴ്സ് എന്നുള്ള ഇതില് മറ്റേ അത് ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തത് മാത്രമേ അവിടെ കൗണ്ട് ചെയ്യപ്പെടുള്ളൂ. അത് കാരണം ഇപ്പൊ ഞാൻ സെൽ ഓർഡർ കൊടുത്താൽ എന്റെ ക്യൂവിൽ നിൽക്കുന്നേ ഉള്ളൂ. ക്യൂവില് വാങ്ങുമ്പോ ബൈ ഓർഡർ ആയി, സെൽ ഓർഡർ ആയി. അല്ല, എക്സിക്യൂട്ട് ആവുമ്പോഴാണ് അവിടെ കൂടുന്നത്, അല്ലാതെ ഓർഡർ ഇടുമ്പോ അല്ല. അല്ല. ഓക്കെ. അതുകൊണ്ടാണ് അത് ഈക്വൽ ആയിട്ട് കാണുന്നത്. വിറ്റത് വാങ്ങി, അപ്പൊ വാങ്ങിയതും വിറ്റതും ഈക്വലാണ്. ഓക്കെ. അതിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ അത് ഈ അപ്ഡേഷൻ നടക്കുമ്പോ പിന്നെ വീണ്ടും അത് റിവൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പൊ ഓക്കെ, മനസ്സിലായി. ശരിയായി. ഓക്കെ. ഇങ്ങനെ ഓരോ പോയിന്റ് നമ്മൾ ക്ലാരിഫൈ ചെയ്ത് പോകുമ്പോൾ ഈ സിസ്റ്റം പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതെ. ഓക്കെ ഷമീർ, താങ്ക് യു. ഓക്കെ. യെസ്, ഡോക്ടർ അമ്മാല. ഡോക്ടർ അമല എന്നാണോ അമ്മാല എന്നാണോ അറിയത്തില്ല. അൺമ്യൂട്ട് ചെയ്തോളൂ. ഇല്ല. പ്രദീപ് കേസി. ഹലോ. യെസ്, നമസ്കാരം പ്രദീപ്. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. പ്രദീപ് ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ പേര് പ്രദീപ്, ഞാൻ മാംഗ്ലൂർ. ഓക്കെ പ്രദീപ്. എന്റെ മലയാളം കുറച്ച് മനസ്സിലാവല്ലേ? നോ പ്രോബ്ലം. ഇപ്പൊ സാർ ഇംഗ്ലീഷ്, നോ പ്രോബ്ലം, ഡോണ്ട് വറി. സാർ ഇപ്പൊ പറഞ്ഞില്ലേ 30% ആയാലും ഇപ്പൊ പുതിയ അപ്ഡേഷൻ 30% ആയാൽ മാത്രം വിൽക്കാൻ പറ്റുമെന്ന്. അതെ, ശരിയല്ലേ? അതെ. അപ്പൊ ആ 30% നമ്മൾ ഈ ആപ്പിൽ റിഫ്ലക്ട് ആകുന്ന മന്ത്രം എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇപ്പൊ നമ്മൾ കുറെ അത് ഓർഡർ ജസ്റ്റ് ആ സെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 30% എത്തിയ പിന്നെ ഗ്രോത്ത് ഇല്ല പിന്നെ മാർക്കറ്റ് പ്ലേസിൽ. അല്ല, പക്ഷെ പെർസെന്റേജിൽ റിഫ്ലക്ട് ആകുമല്ലോ അല്ലേ? അത് പറഞ്ഞേ, നമ്മൾ ആ ബൈ ചെയ്ത യൂണിറ്റ് കാണുന്ന ഏരിയ ഉണ്ടല്ലോ മാർക്കറ്റ് പ്ലേസിൽ, അവിടെ സെൽ ബട്ടൺ കാണുന്നില്ലേ? ശരി. ആ സെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഏറ്റവും താഴെ നിങ്ങളെ ബൈ ഓർഡർ ഇല്ലേ, ആ ബൈ ഓർഡറിന്റെ എൻഡിലേക്ക് അവിടെ കൃത്യമായിട്ട് ഫിഗർ കൊടുത്തിട്ടുണ്ടാവും ഇപ്പൊ പ്രസന്റ് ഗ്രോത്ത് എത്രയാന്നുള്ളത്. അത് ഡോളറിലല്ലേ കൊടുത്തത്, പെർസെന്റേജിൽ ഉണ്ടാ? നമ്മളിപ്പോ $1000 വാങ്ങിയാൽ 1300 എത്തിയാൽ മനസ്സിലായില്ലേ 30% അത് ചിലപ്പോ നമ്മള് ഫിഗർ റൗണ്ട് ഫിഗർ ഇട്ടിട്ടുണ്ടാകും വേറെ. ജസ്റ്റ് കാൽക്കുലേറ്റ് നോക്കിയാൽ പോരെ? അങ്ങനെ ചെയ്യാനാണ് നമുക്കറിയാലോ. നമ്മള് എന്റെ പർച്ചേസ് 288 ആണ്. ശരി, 282 130% എത്രയാണെന്ന് എനിക്കറിയാലോ. ഓക്കെ, അത് മാനുവലായി ചെയ്യാനല്ല. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ? ഇപ്പോ ലോക്കിൻ പീരീഡ് ആയില്ല. ഓക്കെ പ്രദീപ്. ഓക്കെ സർ, താങ്ക് യു. യെസ്, ഡോക്ടർ അമ്മാല ലൈനിലുണ്ടോ? യെസ്, ആന്റണി തോമസ്. ഹലോ സാറേ. നമസ്കാരം. ഡോക്ടർ അമ്മാല. ആന്റണി സാർ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അമ്മാല സംസാരിക്കുന്നത്. അമ്മാല എന്നാണ് പേര്?
ഓക്കെ ഓക്കെ, ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ മാഡം. എറണാകുളം കാക്കനാടാണ് വീട്. ഓക്കെ, സർ ഞാൻ 1 year ആയിട്ട് ഇതിലുണ്ട് ഓൾറെഡി. ശരി. നമുക്കിപ്പം ഓൾറെഡി 2 times നമുക്ക് നമ്മുടെ സെൽ ഓർഡർ എല്ലാം ക്യാൻസൽഡ് ആക്കിയിട്ടുണ്ട് കമ്പനി. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓൾറെഡി ടെക്നിക്കൽ എററും അല്ലാത്ത ഇഷ്യൂസ് ഒക്കെ അന്ന് മനസ്സിലായി. പക്ഷെ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഇനി ഈ ഒരു ഇഷ്യൂ നേരിടേണ്ടി വരുമോ എന്നുള്ള ഒരിക്കലും വരില്ല. കാരണം ഇപ്പോ മാഡം ടെദ്രോഷിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ? യെസ്, ടെദ്രോഷിൽ ഏത് മാസത്തിലാണ് ജോയിൻ ചെയ്യുന്നത്? 1 year ആയി. എന്നാലും മീൻസ് ഏപ്രിൽ സമയത്തൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഏപ്രിൽ 8. ആ സമയത്തും കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? യെസ്. യെസ്. അത് പിന്നീട് ഒരു മെയ് ജൂൺ ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോ പിന്നെ കഴിഞ്ഞു. പിന്നെ അപ്ഡേഷൻസിന് ആവശ്യമില്ല. ടെദ്രോഷ് പിന്നെ എററേ വന്നിട്ടില്ല, ശരിയല്ലേ? അതുപോലെ തന്നെയായിരിക്കും മാർക്കറ്റ് പ്ലേസും. അതിന്റെ ആ ഒരു പ്രാക്ടിക്കൽ സൈഡിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് ചെയ്തതിന് 100% ഡിപ്ലോയ്മെന്റിലേക്ക് പോയി, പിന്നെ ഒരു മാറ്റം ഉണ്ടാവില്ല. സജഷൻ പറയാനുണ്ട്. ഓൾറെഡി നമുക്ക് ഈ ഒരു ജോയിനിങ് എടുക്കുമ്പോൾ തന്നെ പിന്നെ എന്താ പറയാ 1 lakh ചെയ്യുവാണെങ്കിൽ ഒരു 250 ടൊവേലും 750 മാർക്കറ്റ് പ്ലേസിലേക്ക് ഓൾറെഡി പോണേ ആ ഒരു രീതിയിലേക്ക് നമുക്ക് സിസ്റ്റം സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഓൾറെഡി സെറ്റഡ് ആണത്. കാരണം 250 നിങ്ങൾ ടോവിൽ വാങ്ങുന്നു. അതേസമയം $1,000 കൊണ്ട് ടോവിൽ വാങ്ങാൻ വരുന്ന ഒരാളോട് അങ്ങനെ വരാൻ പാടില്ല എന്ന് പറയാൻ സിസ്റ്റത്തിന് പറ്റത്തില്ല. കാരണം അയാൾ വാങ്ങുന്ന സമയത്ത് അയാളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടോ ഇല്ലയോ, അയാൾ മാർക്കറ്റ് പ്ലേസിൽ 3000 വാങ്ങാൻ പോകുന്ന ആളാണെന്ന് ഒരിക്കലും സിസ്റ്റത്തിന് അറിയത്തില്ലല്ലോ. ഓക്കെ, സോ വാങ്ങിയ ഒരാൾക്ക് മാർക്കറ്റ് പ്ലേസിൽ 3000 വാങ്ങാതെ വീണ്ടും ടോവിൽ വാങ്ങാനുള്ള പെർമിഷൻ ഇല്ല. ഇനി 3000 വാങ്ങി വീണ്ടും അവിടെ വീണ്ടും 1000 കൊണ്ട് വാങ്ങാന്ന് വെച്ചാൽ അതും സമ്മതിക്കൂല, വീണ്ടും ടോവിൽ വാങ്ങിയേ പറ്റൂ. ഓക്കെ, ഇവിടെ വന്ന മാറ്റത്തെ ആളുകൾ വിലയിരുത്തുന്നത് പല തലത്തിലാണ്. പക്ഷെ സിസ്റ്റം മനസ്സിലാക്കുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ $3000 കൊണ്ട് വാങ്ങി, നിങ്ങൾ അപ്പൊ തന്നെ വേണമെങ്കിൽ സെല്ല് ചെയ്യാൻ ഇട്ടുന്ന പ്രൊവിഷൻ നേരത്തെ തന്നിരുന്നു. അത് യൂസ് ചെയ്തവർ സിസ്റ്റത്തിന്റെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന രൂപത്തിലാണ് ആ പ്രോസസ് നടത്തിയത്. എന്തുകൊണ്ടാ? $3000 ഞാൻ വാങ്ങിയിട്ട് $3000 തന്നെ ഞാൻ വിറ്റാൽ അവിടെ സംഭവിക്കുന്നത്, വാങ്ങുന്ന സമയത്ത് $30 ഞാൻ സർവീസ് ചാർജ് കൊടുത്തു, അതിന്റെ 20% ലിക്വിഡിറ്റി കയറി. വിറ്റപ്പോ $90 ഞാൻ സർവീസ് ചാർജ് കൊടുത്തു, അതിന്റെയും 20% ലിക്വിഡിറ്റി കയറി. പക്ഷെ $3000 $3900 ഞാൻ വിൽക്കുന്നതെങ്കിൽ ഞാൻ കൂടുതൽ സർവീസ് ചാർജ് കൊടുക്കുമായിരുന്നു, അതിൽ നിന്ന് കൂടുതൽ റവന്യൂ ലിക്വിഡിറ്റി കയറുമായിരുന്നു, സിസ്റ്റത്തിൽ ഗ്രോത്ത് കൂടുമായിരുന്നു, ശരിയല്ലേ? ഇനി മാർക്കറ്റ് പ്ലേസിൽ തന്നെ ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നാൽ, ടോവയിൽ നിന്ന് ഞാൻ വാങ്ങാതിരുന്നാൽ സംഭവിക്കുന്നത്, ടോവയിൽ നിന്ന് ഞാൻ വാങ്ങുന്ന സമയത്ത് അതിന്റെ 20% ലിക്വിഡിറ്റി കയറുമായിരുന്നു, കൂടുതൽ ഫണ്ട് കയറുമായിരുന്നു. അപ്പൊ ഈ പ്രോസസ്സിനെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ റൂൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടത്. ഗ്രോത്ത് വേണം നമുക്ക് സിസ്റ്റത്തിൽ, വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യണം. കാരണം അതിന് പറ്റുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല നമ്മുടെ കൂടെ ഉണ്ട്. സോ ആക്ടിവിറ്റി അതിന് പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റിയില്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ഗ്രോത്തിനെ ബാധിക്കും. ഗ്രോത്തിനെ ബാധിക്കുമ്പോൾ സ്പീഡ് മാറും. സ്പീഡ് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ആളുകൾക്ക് താല്പര്യം കുറയാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബയേഴ്സ് സെല്ലേഴ്സും മാർക്കറ്റിലുണ്ട്. ഇപ്പൊ 5 ലക്ഷം കസ്റ്റമേഴ്സ് സിസ്റ്റത്തിൽ വന്നാൽ 5 ലക്ഷം പേര് 130% വിൽക്കാനിടും. അപ്പൊ 5 ലക്ഷം സെൽ ഓർഡർ അവിടെ ഉണ്ടാകും. ഗ്ലോബൽ സെൽ ഓർഡറിൽ 5 ലക്ഷം സെൽ ഓർഡർ കാണും. കണ്ടോട്ടെ, നമുക്ക് എന്താ പ്രശ്നം? ഇനി 10 ലക്ഷം കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് അവരെല്ലാം 130% എത്തിയാൽ അവരെല്ലാം സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നേ. സെൽ ഓർഡറിലെ എണ്ണത്തിന് ഒരു സ്കോപ്പും ഈ സിസ്റ്റത്തിന് ഇല്ല. അത് ബയേഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യും? ഒന്നൊന്നായിട്ട് തീർന്ന് അവർ ഓരോരുത്തരും 10 മുകളിലേക്ക് വന്ന് സെല്ല് കംപ്ലീറ്റ് ആകും. അതിന്റെ സ്പീഡ് കൂടുന്ന രൂപത്തിൽ ബയേഴ്സിനെ സൃഷ്ടിക്കുന്നതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിനുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു മാം. യെസ്, യൂസഫ്. യൂസഫിന് മുമ്പ്, സോറി യൂസഫ്, അതിന് മുമ്പ് ഞാൻ ആന്റണി തോമസിലേക്ക് ഒന്ന് പോവുകയാണ്. കാരണം സാർ നേരത്തെ ഓപ്പൺ ചെയ്തായിരുന്നു. ആന്റണി തോമസ് സാർ. ഹലോ സാർ. നമസ്കാരം. സ്ഥലം ഒന്ന് പറയാമോ? എന്റെ വീട് എറണാകുളമാണ്. പറയും. നമുക്കിപ്പോ ടോവേന്ന് വാങ്ങിക്കുമ്പോൾ 5%
കമ്മീഷൻ ഉണ്ടല്ലോ. ഓക്കെ സാർ, വോയിസ് അപ്പൊ അല്പം ക്ലാരിറ്റി കുറവുണ്ടല്ലോ. നമുക്ക് ടോവേന്ന് വാങ്ങിക്കുമ്പോ 5% കമ്മീഷൻ ഉണ്ടല്ലോ. ഹലോ, ടോവിന്ന് വാങ്ങുമ്പോൾ 5% എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് extra ബോണസ് commission തരുന്നുണ്ട്. ഉള്ളത്. ആ ആ ബോണസ്. ആ അപ്പോ അത് 30% മുകളിൽ കിട്ടുന്നതാണോ? അല്ല അല്ല അല്ല, നമ്മൾ വാങ്ങുന്ന എമൗണ്ട് ബേസ് ചെയ്ത് മാത്രമേ 30% ഉള്ളൂ. സത്യത്തിൽ ആ 5% ബോണസ് പ്രസന്റ് ഗ്രോത്ത് റേറ്റ് അനുസരിച്ച് യാതൊരു സ്കോപ്പും ഇല്ലാത്ത കാര്യമാണ്. പ്രസന്റ് ഗ്രോത്ത് റേറ്റ് അനുസരിച്ച് കേട്ടോ. അതേസമയം ഗ്രോത്ത് റേറ്റ് കുറവാണെങ്കിൽ ആ 5% വലിയ സ്കോപ്പ് ഉണ്ട് താനും. അതാണ് ചോദിച്ചത്. ഓക്കെ, ഇപ്പൊ പ്രസന്റ് ഗ്രോത്ത് റേറ്റിൽ 5% ഒരു സ്കോപ്പും ഇല്ല. കാരണം 14 ദിവസം ആകുമ്പോഴത്തേക്ക് 130% മേലെ ഗ്രോത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ 5% നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരും, ബോണസ് ആയിട്ട് വരുന്നില്ല. അത് അതിനകത്ത് തന്നെ. പക്ഷെ ഇപ്പൊ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ കഴിഞ്ഞ സൂമിലും പറഞ്ഞിരുന്നു. അത് മാർക്കറ്റിംഗ് സൈഡിലാണ് അതിന്റെ അട്രാക്ഷൻ വരുന്നത്. എന്തുകൊണ്ടാണ്? പാൻഡി സാർ എന്നെ വന്ന് സംസാരിക്കുകയാണ്, മജീദ് ഭായ് നല്ലൊരു പ്രൊജക്റ്റാണ്, സൂപ്പറാണ്, ഒരു $20 രജിസ്റ്റർ ചെയ്യൂ, നിങ്ങൾ ഒരു $1000 വാങ്ങും, നിങ്ങൾക്ക് അപ്പൊ തന്നെ $1050 യൂണിറ്റ് കിട്ടും. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തു. ഒരു $2 BNBയും ഒരു $20 രജിസ്റ്റർ ചെയ്യാനും ഒരു $1000 ടോവൽ ബൈ ചെയ്യാനും ചെയ്ത് നിങ്ങൾക്ക് $1050 യൂണിറ്റിന് കിട്ടി. ഞാൻ ഹാപ്പിയാണ്, കാരണം ഞാൻ $1022 മുടക്കിയുള്ളൂ, അപ്പൊ തന്നെ $1050 ആയി. ആ മാർക്കറ്റിംഗ് സൈഡിന്റെ ഹാപ്പിനെസ് ആണ് ഇപ്പോൾ നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ കസ്റ്റമർ സൈഡിൽ 5% പ്രസന്റ് ഗ്രോത്ത് റേറ്റ് അനുസരിച്ച് വലിയ സ്കോപ്പ് ഒന്നുമില്ല. അത് ബേൺ ചെയ്ത് പോകത്തേ ഉള്ളൂ. ഓക്കെ, വേറെ ഡൗട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു 3-4 ദിവസമായിട്ട് ഗോവ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ മാർക്കറ്റ് പ്രൈസിൽ ഒരു 4-5 സെൽ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇപ്പൊ വന്നേക്കുന്ന അപ്ഡേറ്റ് പ്രകാരം ഇപ്പൊ അതൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ടാവും അല്ലേ? ആയിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് വീണ്ടും ഞാനത് സെല് ചെയ്യുമ്പോ ഇപ്പൊ 3-4 ഡേറ്റിലായിട്ടാണ് ഞാനത് കൊടുത്തിരിക്കുന്നത്. അല്ല, ഒരെണ്ണം മാത്രമേ ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. ഒരെണ്ണം മാത്രം നമുക്ക് ചെയ്യാം. ഒരെണ്ണം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോ 3 മാർക്കറ്റ് പ്രൈസിലെ ബൈ പ്രോസസ്സിൽ നിന്ന് നേരത്തെ നമുക്ക് 3 നമുക്ക് സെല് ചെയ്യാൻ ഇടാൻ പറ്റുമായിരുന്നു. ഇനി ഒരെണ്ണം സെല് ചെയ്ത് കൊടുത്താൽ അത് കംപ്ലീറ്റ് ആയി ക്ലെയിം ചെയ്താൽ മാത്രമേ അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഐഡിയിൽ നിന്നും ഒരു സെൽ ഓർഡർ അത് സ്ട്രിക്റ്റ് ആക്കി. അത് ക്ലെയിം ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സെൽ ഓർഡർ നമുക്ക് കൊടുക്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് സെൽ ഓർഡർ സ്പീഡ് കൂടുന്തോറും അതിന്റെ പോസിബിലിറ്റിയുടെ എണ്ണം പെട്ടെന്ന് കൂടും. കാരണം ഇപ്പോൾ നമുക്ക് 100 ബൈ ഓർഡർ ഉണ്ടെങ്കിൽ പോലും വളരെ പെട്ടെന്ന് വിറ്റഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് സെൽ ഓർഡർ കൊടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു സർ. യെസ്, യൂസുഫ്. ഹലോ സാറേ, സാറിന്റെ ക്ലാസ്. എന്റെ പേര് യൂസഫ് എന്നാണ്, കാടാമ്പുഴ. സാറിന് ഞാൻ സംസാരിച്ചിരുന്നു, ഞാൻ വാട്സപ്പ് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാറിന്റെ അടുത്ത്. ഫിജോന്റെ ടീമാണ്, ഫിജോ. യൂസഫ് മാസ്റ്റർ. അതെ. യെസ്. എന്റെ അടുത്ത് സമയം ചോദിച്ചെങ്കിലും സംസാരിക്കാൻ പറ്റില്ല. സാറ് നല്ല ക്ലാസ് ആയിരുന്നു, വളരെ നല്ലൊരു ക്ലാസ് ആണ്, പ്രസന്റേഷൻ ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാക്കാൻ പറ്റിയതും ഈ പ്രൊജക്ട് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നതും സാറിന്റെ ക്ലാസ് കൊണ്ട് മാത്രമാണ്. ഓക്കെ. പിന്നെ എന്റെ നല്ലൊരു ടീമുണ്ട്. പക്ഷെ സാർ, എനിക്ക് ഒരു ചെറിയ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമല്ല, ഞാനൊരു 8/5 ഞാനൊരു $100 ഞാനൊരു ടോവേൽ പർച്ചേസ് ചെയ്തിരുന്നു. ശരി. അപ്പൊ ഞാനത് ആ സമയത്ത് അത് പെൻഡിങ് ആയിരുന്നു കാണിച്ചിരുന്നത്. പിന്നെ നമ്മൾ 14 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ജസ്റ്റ് അത് നോക്കുന്നത്. അത് ആ സമയത്ത് നോക്കുന്ന സമയത്ത് അത് കേറിയിട്ടില്ല, ടോബയിൽ അത് കേറിയിട്ടില്ല. $20 പിന്നെ രജിസ്ട്രേഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്റെ വാലറ്റ് ചെക്ക് ചെയ്തപ്പോൾ, ഹിസ്റ്ററി ചെക്ക് ചെയ്തപ്പോൾ അതിനകത്തുനിന്ന് ആക്ച്വലി ആ പൈസ പോയിട്ടുമുണ്ട്. അതിന്റെ ഇതൊക്കെ കാണുന്നുണ്ട്, അതിന്റെ ഇതുണ്ടല്ലോ, അതെല്ലാം കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങോട്ടോട്ട് വന്നിട്ടില്ല. ഞാനത് ജസ്റ്റ് ഒരു കംപ്ലൈന്റ് ചെയ്തിരുന്നു, പക്ഷെ റെസ്പോൺസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ സാറിന്. അതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഫിജോനടുത്ത് ബന്ധപ്പെട്ട് ഒന്ന് ഫോളോ അപ്പ് ചെയ്തോളൂ, നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടും കേട്ടോ. കാരണം ഇത് സോഫ്റ്റ്വെയർ ടീമിന് ചെയ്യേണ്ട ഒരു കാര്യമാണത്. ചില പ്രോബ്ലംസ് ഈ മാർക്കറ്റ് പ്ലേസിന്റെ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ട് എന്ന് തന്നെ സിസ്റ്റവും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളും സിസ്റ്റത്തിൽ തന്നെ ഉണ്ട്. കാരണം ബ്ലോക്ക് ചെയിനിലാണ് ഇത് കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ കിടക്കുന്നത്. പോകില്ലല്ലോ, എന്തായാലും കിട്ടുമല്ലോ. കിട്ടും, തീർച്ചയായും കിട്ടും.
തീർച്ചയായും കിട്ടും. 100% ഷുവറാണ് കിട്ടും. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത്, $1 നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് തീർച്ചയായും കിട്ടിയിരിക്കും. ഓക്കെ ഓക്കെ താങ്ക് യു $1 സാർ. നമുക്ക് എക്സ്ട്രാ തന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിച്ചിട്ടുണ്ടാവും. ഓക്കെ 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 താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഓക്കെ താങ്ക് യു സാർ. ഓക്കെ ഓക്കെ, താങ്ക് യു മാസ്റ്റർ. താങ്ക് യു. യെസ്, നൗഷാദ് MT. ഹലോ, നൗഷാദ് സംസാരിച്ചോളൂ, ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കുന്നുണ്ട്. നൗഷാദ് ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. നൗഷാദ് മഞ്ചേരിയാണ്. മഞ്ചേരി. ഓക്കെ നൗഷാദ് സംസാരിച്ചോളൂ. ഞാൻ ചോദിക്കാൻ വന്നത്, പിന്നെ ഇപ്പൊ ഒരാള് വിളിച്ചല്ലോ ബാംഗ്ലൂരിൽ നിന്ന്. ഓക്കെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ അതേ കാര്യം തന്നെ. അദ്ദേഹം ചോദിച്ചതെന്ന് വെച്ചാൽ അത് പെർസെന്റേജ് വൈസിൽ കാണാൻ, അത് ശരിക്കും ഡെവലപ്പേഴ്സിനോട് പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യമല്ല സാർ അത്? അല്ല, അത് ഓൾറെഡി അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നിലവിൽ സിസ്റ്റത്തിൽ ഇല്ല. നമുക്ക് അതിനെ കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ ഇവിടെ. അതുകൊണ്ടൊരു ദോഷം നമുക്കില്ലല്ലോ. ഇപ്പം ഒരു റൗണ്ട് ഫിഗർ ആണെങ്കിലും ഓക്കെ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിലും അത് ജസ്റ്റ് നമ്മൾ ഇപ്പോ നൗഷാദ് ആണെങ്കിലും ഞാനാണെങ്കിലും വാങ്ങുന്ന നൗഷാദ്, തീർച്ചയായും നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. ആ വിഷയം നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ. അത് ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്തോളൂ. ഇപ്പോൾ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കും. ഞാനിപ്പോ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതിന്റെ കാരണത്തിലേ ഉള്ളൂ. $288 കൊണ്ടാണ് ഞാൻ വാങ്ങിച്ചതെങ്കിൽ അതിന്റെ 130% വെറുതെ കാൽക്കുലേറ്റ് എടുത്താൽ കിട്ടും 374.4. അപ്പൊ ഗ്രോത്ത് 374 ആയോ എന്ന് ഞാൻ നോക്കിയാൽ മതിയല്ലോ. ഏതായാലും അവിടെ പോയി നോക്കണം, നമ്മൾ എത്രയായി എന്ന് നമ്മൾ നോക്കണം. നോക്കാതിരിക്കാൻ പറ്റൂല. അപ്പൊ അത് 374 ആയോ എന്ന് നമുക്ക് നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. തീർച്ചയായും നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ മീറ്റിംഗിന്റെ ഒരു റിക്വസ്റ്റ് എന്ന രൂപത്തിൽ, രണ്ടാമതൊരാൾ ചോദിച്ചുകൊണ്ട് തന്നെ ഈ മീറ്റിംഗിന്റെ റിക്വസ്റ്റ് എന്ന രൂപത്തിൽ നമുക്ക് കൊടുക്കാം. ഈവൻ ശിവദാസ് സാർ ലൈനിലുണ്ട്. ശിവദാസ് സാർ ഒരു പക്ഷേ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടാകും. ഓക്കെ, താങ്ക് യു നൗഷാദ്. യെസ്, നാസർ ചോള. കേൾക്കുന്നുണ്ടോ? അപ്പൊ സംസാരിച്ചോളൂ. സാറേ, ഞാനേ ഇപ്പൊ ഓൾറെഡി കുറച്ച് ആൻസർ ഇപ്പൊ ഇത് മുമ്പത്തെ ആളെ ചോദിച്ചത് നിങ്ങൾക്ക് കിട്ടി. ഇപ്പൊ ഓൾറെഡി ഞാൻ ഒന്ന് പരിചയപ്പെടുത്താമോ എവിടുന്നാണ്? ഞാൻ നാസർ, മലപ്പുറം അരീക്കോട്. ഓക്കെ നാസർ സാർ പറയൂ. ഞാൻ ഓൾറെഡി ടോവേന്ന് ഇപ്പൊ $2000 ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ മാർക്കറ്റ് പ്രൈസ് $1000 ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഇതെല്ലാം ഇപ്പൊ 14 ദിവസം കഴിഞ്ഞിട്ട് ടോവേൽ ഇപ്പൊ ഞാൻ നോക്കിയപ്പോ $3500 ആയിട്ടുണ്ട്. അതെല്ലാം $2600 അല്ലേ കിട്ടുള്ളൂ. അതൊന്നും പ്രശ്നമില്ല. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി സെല്ലിന് 20 ഇട്ടത് അതിപ്പോ ഇതേമാതിരി മിസ്സായി പോയി സാറേ. ഇപ്പൊ അത് മറ്റേ മാർക്കറ്റ് പ്ലേസ് അതിപ്പോ ഞാനും നാസർ സാറും ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ആൾക്കാരും നാളെ എക്സ്പീരിയൻസ് ആയിട്ട് പറയാൻ പോകുന്ന ഒരു പോയിന്റ് ആയിരിക്കും. കാരണം ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ അന്ന് സംഭവിച്ചൊരു മാർക്കറ്റിലായിരുന്നു ഇത്. അതാണ് ഇത്. ഇപ്പൊ കണ്ടോ, നിങ്ങൾക്ക് വിറ്റുമ്പോ എന്ത് ചെയ്യും, 5 മിനിറ്റ് കൊണ്ടും 10 മിനിറ്റ് കൊണ്ടും വിറ്റ് പോകുന്നില്ലേ? എന്താ സംഭവം? ഞങ്ങളൊക്കെ അങ്ങനെ ഒരു സ്ട്രഗിളൊക്കെ അനുഭവിച്ച ആൾക്കാരാണെന്ന് പറയേണ്ട ആൾക്കാരാണ്. അത് തുടക്കത്തിൽ ഏതൊരു സംഗതിയിലും ഒരു ജെനുവിൻ പ്ലാറ്റ്ഫോം ആണെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു ചില കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാലോ. അല്ലാതെ ഒരു സംശയം കൂടി സാറേ, ഞാൻ ഇപ്പൊ ടോവേ എന്നുള്ള പിന്നെ ഈ സെല്ലിൽ 500 മറ്റേ 500 ചെയ്യാൻ പറ്റുമോ? അതോ ആകെ ഒരു ഇതിലേ ചെയ്യാൻ പറ്റുള്ളൂ? മാർക്കറ്റ് പ്രൈസ് 500 സെല് ചെയ്യാൻ പറ്റും? ഒരു ഓർഡർ മാത്രമേ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോ ഈ റീസെന്റ് അപ്ഡേഷൻ കഴിഞ്ഞ് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. എന്റെ മാർക്കറ്റ് പ്ലേസിൽ മാത്രമാണ് എനിക്ക് സെൽ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് സെല് ചെയ്തിട്ടുണ്ട്. ടോവയിൽ എനിക്ക് സെൽ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ശരിക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ടീമിൽ ചെക്ക് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. കാരണം 7:45 ഓപ്പൺ ആയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനത് നോക്കിയിട്ട് പറയാം. കാരണം അറിയില്ലാത്ത കാര്യം അറിയില്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഒരിക്കലും ഇല്ലാത്ത കാര്യം ചെക്ക് ചെയ്ത് നോക്കാം. സാറേ താങ്ക് യു. കാര്യം എന്റെ കുറെ ക്വസ്റ്റ്യൻ ആൻസർ ഇതിന് മുമ്പത്തെ ഇതാണ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ താങ്ക് യു. താങ്ക് യു നാസർ സാർ. താങ്ക് യു. നാസർ സാറ് സൂചിപ്പിച്ച പോയിന്റ് പോലെ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഒരു പോയിന്റ് ആയിരുന്നു. ഒന്ന് പറയാണ്, ലോകത്ത് ഒരു തയ്യും അതിന് ചില വിഷമതകളില്ലാതെ വിഷമകതകൾ ഇല്ലാതെ വളർന്ന് പന്തലിച്ചിട്ടില്ല. ഒരു തയ്യും വളർന്ന് പന്തലിച്ചിട്ടില്ല. കൃത്യമായ വളവും വെള്ളവും എല്ലാം ലഭിക്കുന്ന അവസ്ഥയിൽ മാത്രമേ
മനോഹരമായി അത് വളരൂ. അത് കൃത്യമായി കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന സമയം വരെയും അതിൻ്റെതായ ഒരു വളർച്ചയുടെ മുരളിച്ച ഉണ്ടാകും. വളർച്ച അങ്ങനെ മുരടിച്ച് നിൽക്കും, തർക്കമില്ല. ചതുരോഷൻ പ്ലാറ്റ്ഫോം അതിന് കൃത്യമായ വെള്ളവും വളവും കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ വളരെ പെട്ടെന്ന് ഗ്രോ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കൊടുക്കാൻ മടിക്കുന്നുണ്ടെങ്കിൽ, മടിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വളരാതിരിക്കൂല. തർക്കമില്ലാത്ത വിഷയമാണ്. ഓക്കെ, നെക്സ്റ്റ് 73. ഈ മൊബൈൽ നമ്പർ കൊടുക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടി കേട്ടോ. കാരണം അതൊരു ആശാവഹമായ കാര്യമല്ല. ആ മൊബൈൽ നമ്പർ ഞാൻ ആദ്യം തന്നെ ഡിലീറ്റ് ചെയ്യട്ടെ. എന്നിട്ട് ആ മൊബൈൽ നമ്പർ എടുത്ത് സുഹൃത്തൊന്നുമായി ഓപ്പൺ ചെയ്ത് സംസാരിച്ചു. മൈക്ക് ഓപ്പൺ ആക്കിക്കോളൂ. ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് ശ്രീനിവാസൻ, ഷൊർണൂരാണ് സ്വദേശം, പാലക്കാട് ജില്ലയില്. ഓക്കെ. ഞാൻ ഇവിടെ എനിക്ക് മനസ്സിലായിട്ടില്ല, ഞങ്ങൾക്ക് ഒരു മാസമായിട്ടുള്ളതിൽ വന്നിട്ട് കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് ജോയിൻ ചെയ്തത്. അതെ, ഏകദേശം 10-25 മെമ്പേഴ്സ് എന്റെ ടീമിൽ വന്നിട്ടുണ്ട്. ഒരു രണ്ട് മൂന്ന് സിൽവർ റാങ്ക് അച്ചീവേഴ്സിനെയും ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സാറിന്റെ റാങ്ക് ഏതാ? ഞാനും സിൽവർ ആണ്. ആയിട്ടുണ്ട്. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. നെക്സ്റ്റ് ഗോൾഡിലേക്ക് എന്ന് വരും. എന്റെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും കോൺഫിഡൻസ് ഇല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, സമാനമായിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ, സമാനമല്ലെങ്കിൽ പോലും നമ്മൾ അത് തന്നെയാണോ ഇതെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അങ്ങനത്തെ തന്നെ ആയിരിക്കും ഇങ്ങനെ ഇതും എന്ന രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഈ കോൺഫിഡൻസ് ഇല്ലാത്തത്. ഈ കോൺഫിഡൻസ് കൊടുക്കാൻ നമ്മുടെ മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് നിങ്ങൾ ധൈര്യമായിട്ട് ആരെ വേണമെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവന്നോളൂ. നിങ്ങൾ എത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ കൊണ്ടുവന്നോളൂ. അവരുടെ 1 രൂപ പോലും പോകില്ല എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു എന്ന രീതിയിൽ ഇവരോടൊന്ന് പറയാൻ ഈ മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് തയ്യാറായി കഴിഞ്ഞാൽ ഈ ആൾക്കാരൊക്കെയും ഫുൾ കോൺഫിഡൻസിൽ വർക്ക് ചെയ്യും. ഇവിടെ വലിയ ഗ്രോത്ത്. ഇതൊന്നും ഒരു പ്രശ്നമല്ല. അല്ല, അങ്ങനെയല്ല. അതായത് ഗ്യാരണ്ടി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് എന്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞപ്പോഴേ, നമ്മൾ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അതെന്താ പറയുക, നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്. അല്ലാതെ ഗ്യാരണ്ടി പറഞ്ഞാൽ കാര്യമൊന്നുമില്ല. ഒരു ഉറപ്പിന് ആ ഒരു ഉറപ്പ് നമ്മൾ പറയുന്നത് അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, എന്റെ ടീമിൽ ഇപ്പൊ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെയും എന്നെ മാത്രം 2024 ഏപ്രിൽ 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത ആ സെക്കൻഡ് മുതൽ ഈ സെക്കൻഡ് വരെയും ശിവദാസ് സാറും സിനോഫ സാറും പറഞ്ഞിരിക്കുന്ന, എന്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നതും ഞാൻ കേട്ടിരിക്കുന്നത്രേ ഉള്ളൂ. സർ, ഇത് എന്റെ പ്രൊജക്റ്റ് ആണ്, ഇത് തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയ പ്രൊജക്റ്റ് ആണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രൊജക്റ്റാ. ഇവിടെ പല കൊമ്പന്മാരും നടന്ന പല പ്രൊജക്റ്റും ഉണ്ട്. ആ പ്രൊജക്റ്റ് അവരുടെ ആണെന്ന് ലോകം മുഴുവൻ അറിയാം. അവര് മാത്രം പറയൂല ഞങ്ങളുടെ പ്രൊജക്റ്റ് ആണെന്ന്. എന്താ കാരണം? അവർക്കറിയാം ആ സാധനം ഫ്ലോപ്പ് ആവുന്നു. ഈ സാധനം ഫ്ലോപ്പ് ആവില്ല എന്ന് 100% കോൺഫിഡൻസ് ശിവദാസ് സാറിനും സിനോഫ് സാറിനും ഉള്ളത് കൊണ്ട് തന്നെയാണ് സാർ ഞങ്ങളുടെ പ്രൊജക്റ്റ് ആണ്, ഞങ്ങളാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയാൻ പറ്റുന്ന ചങ്കൂറ്റം. അതിൽ കൂടുതൽ ഉറപ്പ് എന്താ സാർ നമുക്ക് വേണ്ടത്? അത് മതി. എനിക്ക് എന്താ വെച്ചാൽ, എനിക്കിപ്പോ ഈ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫുൾ കോൺഫിഡൻസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും ചെറിയ സമയം കൊണ്ട് ഇങ്ങനെ ടീം ബിൽഡ് ചെയ്യാനും ഇതുണ്ടാക്കാനും പറ്റിയത്. പക്ഷെ ഞാൻ ഈ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ സംസാരിച്ചത്. പല ആളുകളും മാറി നിൽക്കുന്നുണ്ട്, പേടിച്ചു മാറി നിൽക്കണം. കാരണം ഇനി ഞാൻ മറ്റുള്ളവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അവരുടെ ഫണ്ട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരില്ലേ എന്നുള്ള രീതിയിലുള്ള പല ആകുലതകളാണ് ഇവരെ പിന്നോട്ട് നയിക്കുന്നത്. എത്ര നാൾ, എന്റെ ചോദ്യം അത്രേ ഉള്ളൂ, എത്ര നാൾ അവർക്ക് ആകുലപ്പെടാൻ പറ്റും? അതന്നെ പറയണ. ഈ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും അവർക്ക് മനസ്സിലാകുന്നവരെ അല്ലെ, അവർക്ക് മനസ്സിലാകുന്നവരെ. അതെ, അവര് ശരിക്കും ഇതിനെ കുറിച്ചിട്ട് എഡ്യൂക്കേറ്റഡ് അല്ല. ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് ഞാനിവിടെ സാറിനോട് ഒരു കാര്യം ചോദിക്കട്ടെ? സാറിനോട് മാത്രമല്ല, ഈ മീറ്റിംഗ് ഹോളിലിരിക്കുന്ന 300 പേരോടായിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. ലോകത്തിൽ നമ്പർ 1 ആയി നിൽക്കുന്ന ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റ് ആണ് ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ കൊണ്ടുവന്ന സതോഷി നാക്കാമോട്ടോ ആരാന്ന് ലോകത്തിന് ആർക്കും അറിയില്ല. ഷൊർണൂറുകാരനല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് സാറിനും പറയാൻ പറ്റില്ല. ശരിയല്ലേ? അല്ലാന്ന് പറയാൻ പറ്റില്ല. സതോഷി നാക്കാമോട്ടോ ഷൊർണൂറുകാരനല്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ അല്ല സാറേ എന്ന് പറയാൻ പറ്റൂല. കാരണം എനിക്കറിയില്ല, ലോകത്തിനും അറിയില്ല. പക്ഷെ ആ പ്രൊജക്റ്റ് ഇത്രയും സക്സസ്ഫുൾ ആയി മാറിയപ്പോ
2009 ഡിസൈൻ ചെയ്ത അൽഗോരിതമാണ് അതിന് കാരണം, അല്ലെ? അതെ, തീർച്ചയായിട്ടും. ആ അൽഗോരിതത്തെ കുറിച്ച് മാർക്കറ്റിൽ എത്ര പേര് സംസാരിക്കുന്നുണ്ട്? ആരും സംസാരിക്കില്ല. അപ്പൊ എന്ന് പറഞ്ഞു ഇല്ല, കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇല്ല. തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ബിറ്റ്കോയിനായി മാറിയത് ആ അൽഗോരിതം കൊണ്ട് മാത്രമാണ്. അതെ, തീർച്ചയായിട്ടും. ചെതറോഷനായി മാറുന്നത് ഈ അൽഗോരിതം കൊണ്ടാണ്. ആർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അൽഗോരിതം അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ മാത്രം മതി, അവർക്ക് ഈ സാധനം ബോധ്യപ്പെടും. ഈ അൽഗോരിതം ഒരിക്കലും ഫെയിൽ ആകില്ല എന്ന് 100% ഉറപ്പുള്ള നൂറുകണക്കിന് ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ നൂറുകണക്കിന് ആൾക്കാരുടെ ശ്രമം ഈ സിസ്റ്റത്തിൽ 10,000-കണക്കിന് ആൾക്കാരെ സൃഷ്ടിക്കും. തീർച്ചയായിട്ടും. അത് ലക്ഷക്കണക്കിന് ആൾക്കാരായിട്ട് മാറും. അത് കോടികളുടെ സമൂഹമായിട്ട് മാറുന്ന അവസ്ഥ എന്ന് പറയുന്നത് ലോകം ചെയ്യപ്പെടുന്ന ടെക്നോളജി ആയിട്ട് ഉഡ ടെക്നോളജി മാറും. തീർച്ചയായിട്ടും ഞാനത് വിശ്വസിക്കുന്ന ആളാണ് സാറേ. അവിടെയാണ് ശിവദാസ് സാർ എന്നോട് ഞാൻ ആദ്യമായിട്ട് സൈനപ്പ് ചെയ്തതിനു ശേഷം ശ്രീനിവാസ് ഞാൻ ചോദിച്ചു, സർ സബ്ജക്ട് എനിക്ക് മനസ്സിലായി, നല്ലതാണ്, മാർക്കറ്റിൽ ചലനം ഉണ്ടാക്കും, പുതുമയുണ്ട്, ഗ്രോത്ത് ഉണ്ടാകും, അല്പം പതുക്കെയാണെങ്കിലും വലിയ ലെവലിലേക്ക് ഉയർത്താൻ പറ്റുന്ന ഒരു സാധനമാണ്. അന്ന് മാർക്കറ്റ് പ്ലേസോ ടോവയോ ഒന്നുമില്ല കേട്ടോ. ഒരു ആഡ് ഓൺ പ്രൊജക്ട് വരുമെന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് പറയുന്നത്. ആ ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മാർച്ച് 20 തുടങ്ങി ഏപ്രിൽ 2 വരെ എത്ര ദിവസമുണ്ട്? ഒരു 13-14 ദിവസം. ഞാൻ ചോദിക്കുകയാണ്, സർ ഈ സബ്ജക്ട് ഞാൻ നാളെ മാർക്കറ്റിൽ സംസാരിക്കുമ്പോൾ എവിടത്തെ സബ്ജക്റ്റ് ആണെന്ന് പറയണം, ഏത് രാജ്യത്തെ സബ്ജക്റ്റ് ആണെന്ന് പറയണം, ആരാണ് ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയണം. സർ പറയൂ. നെഞ്ചത്ത് കൈവച്ചാന്ന് പറഞ്ഞ സാധനമാണ്. ഇന്നും എന്റെ മനസ്സിലാ പിക്ചറുണ്ട്. എന്റെ എന്ന് പറഞ്ഞാൽ മതി സാറേ, ഞങ്ങളുടെയാന്ന് പറഞ്ഞാൽ മതി സാറേ, ഈ തൃശ്ശൂർന്ന് തുടങ്ങിയാന്ന് പറഞ്ഞാൽ മതി സാറേ. ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അവർക്ക് അത് പറയാതെ ഇതൊരു ഓസ്ട്രേലിയൻ കമ്പനിയാണ്, ഇതൊരു ലാറ്റിൻ അമേരിക്കൻ കമ്പനിയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ? ഞാൻ ചിന്തിച്ച സമയമുണ്ട്. മാർക്കറ്റിംഗിന്റെ ഒരു ഘട്ടത്തിൽ ഞാൻ പ്രൊമോഷനിൽ നിൽക്കുമ്പോൾ, ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മൾ ഫീൽ ചെയ്ത ഘടകമാണ്. പക്ഷെ അവരത് പറയുന്നതിന്റെ റീസൺ, അന്ന് അതിന്റെ കൂടെ ആഡ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്, സർ ഞങ്ങളും ആയിക്കോട്ടെ സാർ സതോഷി നാക്കമോട്ടോ എന്നാ. ലോകം വുഡ ടെക്നോളജി സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ രണ്ടുപേരുടെ പേര് ലോകം സംസാരിക്കൂലേ? അതിന് കാരണക്കാർ നമ്മൾ ഓരോരുത്തരാവും സാറേ. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. താങ്ക് യു. വെൽക്കം സർ. ഓക്കെ. യെസ്, തമ്പി ജോൺ. നമസ്കാരം സാറേ. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഞാന് കോട്ടയത്തിനടുത്ത് ഏറ്റുമാനൂർ എന്ന സ്ഥലമാണ്. ഓക്കെ. നമ്മളിതിനു മുമ്പ് ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഞാനിപ്പം ജസ്റ്റ് ഒരു കമന്റ് പറയാൻ വേണ്ടി മാത്രമാണ് സാർ. ഇപ്പൊ ഇതിനു മുമ്പ് സംസാരിച്ച സാറിനും കൂടെ അനുസരിച്ച്, അതായത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ക്ലാസ്സുകൾ നടത്തുകയും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആൻസറുകൾ പറയുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഇന്ന് ലോകത്തിൽ എവിടെയുണ്ട്? അത് മാത്രം മതി ഇതിനകത്തുള്ള ബിലീവ്, നമ്മുടെ ബിലീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനം. ഈ 9 മണിക്ക് തുടങ്ങിയിട്ട് 11:45 വരെ ഇത്രയും വിശദമായിട്ട് ഈ സിസ്റ്റത്തെ പറ്റി പറയാൻ സാധിക്കുന്ന ഒരു സിസ്റ്റം ഇന്ന് ലോകത്തിലില്ല. അതുകൊണ്ട് തന്നെ അത് മാത്രം ഒന്ന് കീപ്പ് ചെയ്തെന്നാൽ ഇതിനകത്ത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ പറ്റും. ഒത്തിരി താങ്ക്സ്. കൺഗ്രാജുലേഷൻ സാറേ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. യെസ്, ഹരീഷൻ പൗത്രൻ, അബ്രഹാം, ബിജു കെ, സിയാബ് ഇതെല്ലാം കഴിഞ്ഞ ദിവസം സംസാരിച്ചവരാണ്. സുധീർ എ കഴിഞ്ഞ ദിവസം സംസാരിച്ചില്ല. സുധീർ എ മൈക്ക് ക്ലോസ് ആയി. സുധീർ എ ഒരിക്കൽ കൂടി ഓപ്പൺ ആക്കൂ. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി. സംസാരിച്ചോളൂ. ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ കൊല്ലം കരുനാഗപ്പള്ളിയാണ്. ഓക്കെ. സംശയം ചോദിക്കാനല്ല, മുമ്പ് ഒരാൾ ചോദിച്ചതിനുള്ള ഒരു മറുപടി, സംശയത്തിനുള്ള മറുപടി പറയാനായിരുന്നു. ഞാൻ ചെക്ക് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്നും അതേപോലെ തന്നെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് വാങ്ങിയതും കൂടെ സെല് ചെയ്യാൻ നിലവിലെ അപ്ഡേഷന് ശേഷം പറ്റത്തില്ല. ചെക്ക് ചെയ്ത് ഏതെങ്കിലും ഒരെണ്ണേ പറ്റത്തുള്ളൂ. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ അപ്ഡേഷന് ശേഷം ഇത് പറ്റുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇന്നലെ അത്രത്തോളം സെൽ ഓർഡർ വരാനുള്ള ഒരു കാരണവും ചിലപ്പോൾ അതായിരിക്കും. ഇന്നത്തെ അപ്ഡേഷന് ശേഷം അത് പറ്റത്തില്ല. അപ്പം പുതിയ അപ്ഡേഷന് ശേഷം അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ശരി. ഓക്കെ. താങ്ക് യു. ഓക്കെ. അപ്പോ ഇന്ന് 10:45 സമയം. ബാക്കി എല്ലാവരും എന്നോട് ക്ഷമിക്കണം, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചതാണ്.
അതുകൊണ്ട് തന്നെ തൽക്കാലം നിങ്ങളുടെ സംശയങ്ങൾ, ക്ലാരിഫിക്കേഷൻസ് എല്ലാം നിങ്ങളുടെ സ്പോൺസർ ലീഡേഴ്സുമായിട്ട് സംസാരിച്ച് ക്ലാരിഫൈ ചെയ്യുക. ഇന്നത്തേക്ക് ഞാൻ വിട ചോദിക്കുന്നു. നാളെ ശനിയാഴ്ച ദിവസമാണ്. തമിഴ് സൂം പ്രസന്റ് ചെയ്യുന്ന കുമാർദാസ് സാർ ഇന്ന് ട്രാവലിംഗിലാണ്. ഈ സമയത്ത് ഇപ്പോൾ ട്രെയിനിൽ കയറിയിട്ടുണ്ടാകും തിരുപ്പൂരിലേക്ക്. തിരുപ്പൂരിലാണ് നാളത്തെ അദ്ദേഹത്തിന്റെ മീറ്റിംഗ്. നാളെ അദ്ദേഹത്തിന്റെ ഈവനിങ് ടൈം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് പരിചയമുള്ള തമിഴ് സംസാരിക്കുന്ന ആരെങ്കിലും ലീഡേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവരോട് സംസാരിക്കണം. തമിഴ് സൂം പ്രസന്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് അവർ കയറി വരാൻ പറയണം. കാരണം വലിയൊരു കമ്മ്യൂണിറ്റി തമിഴ്നാട്ടിൽ ഉണ്ടെങ്കിൽ പോലും നന്നായിട്ട് തമിഴ് അറിയാവുന്ന ആളുകൾ അതിലേക്ക് രംഗത്തേക്ക് വരുന്നില്ല എന്നൊരു സങ്കടം എനിക്ക് പറയാനുണ്ട്. സോ തമിഴ് സംസാരിക്കുന്നവർ നിങ്ങളുടെയൊക്കെ ടീമിൽ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ശിവദാസ് സാറായിട്ടും സിനോബ് സാറായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആ സൂം പ്രസന്റേഷനിലേക്ക് വരണം. കാരണം ട്രാവലിങ്ങിലുള്ള സമയത്ത് നിലവിൽ പ്രസന്റ് ചെയ്യുന്നവർക്ക് പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. തമിഴിൽ നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന, പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശിവരാമയ്യർ സാർ, അദ്ദേഹത്തിന്റെ ടീം ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് ഈവനിങ് ടൈം അദ്ദേഹം ബിസിയാണ്. കാരണം സൗത്ത് ആഫ്രിക്കയിലും ഉഗാണ്ടയിലുമെല്ലാം അദ്ദേഹത്തിന്റെ ടീം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് തമിഴ് സൂമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ട്. കുമാർദാസ് സാർ ആണെങ്കിലും യാത്രയും മറ്റു കാര്യങ്ങളും നടക്കുന്നു. സോ വളരെ കൃത്യമായിട്ട് തമിഴ് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളിലേക്ക് ഈ സിസ്റ്റം എത്തിയേ പറ്റൂ. മലയാളത്തിലാണെങ്കിലും പ്രസന്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ നിങ്ങളുടെ കഴിവുകൾ ഈ സമൂഹത്തിന് വേണ്ടി, ഈ സൊസൈറ്റിക്ക് വേണ്ടി, ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഈവനിങ് ആൻഡ് ഗുഡ് നൈറ്റ്.